Praise the Lord. ദൈവത്തിന് സ്തോത്രം. Shall we turn our Bibles to Jeremiah chapter 17 and read verses 9 and 10 again? യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 9-10 വാക്യങ്ങൾ വായിക്കാം. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത്, അത് ആരാഞ്ഞറിയുന്നവൻ ആർ? യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തന് അവനവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. The heart is deceitful above all things and desperately wicked. Who can know it? I, the Lord, search the heart. I try the reins, even to give every man according to his ways and according to the fruit of his doings. Praise the Lord. ദൈവത്തിന് സ്തോത്രം. What we have been studying these days is about the heart of man. നാം ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്നത് മനുഷ്യ ഹൃദയത്തെക്കുറിച്ചാണ്. With all our literacy, with all our learnedness, we can never know ourselves the right way. നമുക്ക് നമ്മുടെ എല്ലാ വിദ്യാഭ്യാസവും നമ്മുടെ എല്ലാ അറിവും കൊണ്ട് നമുക്ക് നമ്മെ തന്നെ ശരിയായ വിധത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. Without God, with all our cleverness, we are only good enough to go to hell. ദൈവത്തെ കൂടാതെ നമ്മുടെ എല്ലാ ബുദ്ധിശക്തിയും ഉപയോഗിച്ചാലും നമുക്കത് നരകത്തിൽ പോകുവാൻ മാത്രമേ പര്യാപ്തമായിരിക്കുകയുള്ളൂ. The reason is, with all our cleverness, the Bible states that our heart is deceitful and it is clever enough to overpower all our cleverness and take us to hell. വേദപുസ്തകം പറയുന്നത് ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളതാണ്. നമ്മുടെ സകല ബുദ്ധിയേക്കാളും അത് നമ്മെ നരകത്തിലേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം കഴിവുള്ളതാണ് എന്ന് വേദപുസ്തകം പറയുന്നു. So no amount of education can make us clever enough to go to heaven. സ്വർഗ്ഗത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം ജ്ഞാനികളാക്കി വിദ്യാഭ്യാസം നമ്മെ മാറ്റുകയില്ല. No religion in this world, including the Christian religion, is good enough to take us to heaven. ഈ ലോകത്തിലുള്ള ഒരു മതവും ക്രിസ്തീയ മതം ഉൾപ്പെടെ നമ്മെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ പര്യാപ്തമല്ല. None of the modern philosophies in this world will take us to heaven. ഇന്നത്തെ പുതുയുഗ തത്വജ്ഞാനങ്ങൾ ഒന്നും നമ്മെ സ്വർഗ്ഗത്തിൽ എത്തിക്കുകയില്ല. No law enforcement and no amount of strict morality will take us to heaven. ഏതെങ്കിലും നിയമങ്ങളോ അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ആ നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചാലും അത് നമ്മെ സ്വർഗ്ഗത്തിൽ എത്തിക്കുകയില്ല. We need a savior. നമുക്കൊരു രക്ഷകൻ ആവശ്യമാണ്. And praise God, we have a savior. നമുക്കൊരു രക്ഷകൻ ഉള്ളതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. And that is Jesus Christ. അത് കർത്താവായ യേശുവാണ്. So you can be a Christian without Jesus Christ. നിങ്ങൾ ഒരുപക്ഷെ യേശുവിനെ കൂടാതെ ഉള്ള ഒരു ക്രിസ്ത്യാനി ആയിരിക്കാം. And then all our Christianity is only a set of rules and traditions and will not take us to heaven. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ഒരു കൂട്ടം നിയമസംഹിതകൾ മാത്രമായിരിക്കും. അതിന് നമ്മെ സ്വർഗ്ഗത്തിൽ എത്തിക്കുവാൻ കഴിയുകയില്ല. To know ourselves, we must know God. നാം നമ്മെ തന്നെ അറിയേണ്ടതിന് നാം ദൈവത്തെ അറിയണം. So only that personal relationship and friendship and association and connectedness with Jesus will take us to heaven. യേശുവിനോടുള്ള നമ്മുടെ വ്യക്തിപരമായ ബന്ധവും കൂട്ടായ്മയും ഐക്യവും മാത്രമേ നമ്മെ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കുകയുള്ളൂ. If we don't know God, we can't know ourselves. നാം ദൈവത്തെ അറിയുന്നില്ല എങ്കിൽ നമുക്ക് നമ്മെ തന്നെ അറിയുവാൻ കഴിയുകയില്ല. And if we don't know ourselves, our heart will take us in the wrong direction. നമുക്ക് നമ്മെ തന്നെ അറിയുവാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ഹൃദയം നമ്മെ തെറ്റായ ദിശയിൽ നയിക്കും. There are so many people in this world who say, I'm trying so much to change, I'm not able to change. ഈ ലോകത്തിൽ ഞാൻ മാറുവാൻ ഞാൻ വളരെയധികം ശ്രമിക്കുന്നു, പക്ഷേ എനിക്ക് സാധിക്കുന്നില്ല എന്ന് പറയുന്ന അനേകരുണ്ട്. I've tried so much not to do according to my lust, I'm not able to control myself. ഞാൻ എൻ്റെ തന്നെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുവാൻ പല പ്രാവശ്യം ശ്രമിച്ചെങ്കിലും എനിക്ക് സാധിക്കുന്നില്ല. I'm trying not to drink, but I'm not able to resist it. മദ്യപിക്കാതിരിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് അതിനോട് എതിർത്ത് നിൽക്കുവാൻ കഴിയുന്നില്ല. The Bible says, stop trying, there's no use trying, you cannot. വേദപുസ്തകം പറയുന്നത് നിങ്ങൾ പരിശ്രമിക്കുന്നത് നിർത്തുക, പരിശ്രമിക്കുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. The Bible calls sin miry clay. The more you try, the deeper you get inside. പാപത്തെ വേദപുസ്തകം വിളിക്കുന്നത് കുഴഞ്ഞതായ ചെളി എന്നാണ്. നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരുവാൻ അധികം ശ്രമിക്കുന്തോറും അതിലേക്ക് ആണ്ടുപോവുകയുള്ളൂ. So stop trying and start cleaving to Jesus. നിങ്ങൾ പരിശ്രമിക്കുന്നത് നിർത്തിയിട്ട് യേശുവിനോട് പറ്റിച്ചേരുക. Our heart, this verse that we read now just says, our heart is so desperately wicked that
nothing and nobody can control it, not even we ourselves. Only God can bring it under control. ഈ വാക്യം പറയുന്നത് ഹൃദയം എല്ലാറ്റിനേക്കാളും കപടമുള്ളതാണ്, ആർക്കും അതിനെ നിയന്ത്രിക്കുവാൻ കഴിയുകയില്ല. നമുക്കും നമ്മുടെ ഹൃദയത്തെ നിയന്ത്രിക്കുവാൻ കഴിയുകയില്ല, ദൈവത്തിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. So stop trying to overcome. You cannot overcome. നിങ്ങൾ ജയിക്കുവാൻ നിങ്ങൾ പരിശ്രമിക്കുന്നത് നിർത്തുക, നിങ്ങൾക്കത് ഒരിക്കലും സാധിക്കുകയില്ല. Blessed is the man who has mastered the art of cleaving to Jesus. He is the overcomer. He is the ultimate winner. യേശുവിനോട് പറ്റിച്ചേരുന്ന ആ അനുഭവം അത് സ്വായത്തമാക്കിയ മനുഷ്യൻ ഭാഗ്യവാൻ, അവനാണ് ജയജീവിതം സാധ്യമാവുക. Christian brother, Christian sister, ക്രിസ്തീയ സഹോദര, ക്രിസ്തീയ സഹോദരി, throughout our life we should constantly check ourselves to see if that personal, intimate, close relationship is maintained and is growing with Jesus. നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതത്തിൽ മുഴുവനും നാം ഒരു കാര്യം ഉറപ്പാക്കണം, നമ്മുടെ കർത്താവായ യേശുവിനോടുള്ള ആ വ്യക്തിപരമായ ബന്ധം അത് ഏറ്റവും അടുത്ത വിധത്തിൽ, ഏറ്റവും ഊഷ്മളമായ വിധത്തിൽ അത് സൂക്ഷിക്കുകയും അത് വളർത്തിക്കൊണ്ടുവരികയും നാം ചെയ്യണം. When we get detached from that personal relationship with Jesus and we start getting traditional in our Christian life, it's going to get dangerous and death will enter quickly. നാം ക്രിസ്തുവിനോടുള്ള നമ്മുടെ ബന്ധം അത് തുടരുവാൻ കഴിയാതെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വെറും പാരമ്പര്യം അനുസരിച്ച് മാത്രം പോകുമ്പോൾ അത് നമ്മെ നരകത്തിലേക്കല്ലേ, അത് മരണത്തിലേക്ക് നമ്മെ കൊണ്ടുചെന്ന് എത്തിക്കുന്നു. But our heart is like a wild animal and it is desperately looking for wickedness, and therefore it must be trained and brought under control by God. നമ്മുടെ ഹൃദയം ഒരു കാട്ടുമൃഗത്തെ പോലെയാണ്, അത് ദുഷ്ടതയ്ക്ക് വേണ്ടി അത് നോക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അത് നിയന്ത്രിക്കേണ്ടതിന് ഒരു അഭ്യസനം ലഭിച്ച് അതിനെ നിയന്ത്രിച്ച് അതിനെ നിയന്ത്രണത്തിൽ നാം കൊണ്ടുവരണം. So God has to bring that heart under his control little by little. അല്പാൽപമായി അതുകൊണ്ട് ആ ഹൃദയത്തെ ദൈവത്തിന്റെ കരത്തിൻ കീഴിൽ കൊണ്ടുവരണം. So he will lead this wicked and stout and proud heart into some humiliating experiences. അതിനുവേണ്ടി ദൈവം ഈ ദുഷ്ടത നിറഞ്ഞ നിഗളവും ഉന്നത ഭാവവും നിറഞ്ഞതായ ഹൃദയത്തെ അതിനെ താഴ്ത്തുന്നതായ അല്ലെങ്കിൽ ലജ്ജിപ്പിക്കുന്നതായ അനുഭവത്തിലേക്ക് ദൈവം നടത്തും. That's how the heart gets broken little by little and then finally reaches perfection in brokenness. അങ്ങനെയാണ് ഹൃദയം അല്പാൽപമായി തകർക്കപ്പെടുന്നതും അത് തകർക്കപ്പെട്ട ഒരു നിലവാരത്തിൽ എത്തിച്ചേരുന്നതും. And the children of Israel were taken through humiliating experiences as they were led through the wilderness. മരുഭൂമിയിലൂടെ നടത്തപ്പെട്ടപ്പോൾ ഇസ്രായേൽ ജനം അവർ ലജ്ജിപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോയി. In the initial part of their spiritual life when they crossed the Red Sea, it was all singing all the time. Our God has triumphed gloriously. The horse and the rider had he thrown into the sea. അവർ ചെങ്കടൽ കടന്ന ആദ്യ നാളുകളിൽ അവർ പാട്ടുപാടി നൃത്തം ചെയ്ത് സന്തോഷിച്ചു കൊണ്ടിരുന്നു. ഞങ്ങളുടെ ദൈവം ഞങ്ങളെ ജയാളികളാക്കി, അവൻ ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നു, കുതിരയും അതിലെ രഥത്തിൽ ഇരിക്കുന്നവനെയും എല്ലാം ദൈവം വെള്ളത്തിൽ തള്ളിയിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. When everything is good around us, we will never know who we are. എല്ലാം നമുക്ക് ചുറ്റും എല്ലാം നന്നായിരിക്കുമ്പോൾ നാം ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. At that time we will all sing a lot of songs and we will appear spiritual. ആ സമയത്ത് നാമൊക്കെ വളരെ പാട്ട് പാടുകയും ആത്മീയരെന്ന പോലെ തോന്നിക്കുകയും ചെയ്യും. But it's only in the wilderness our true nature comes out. എന്നാൽ മരുഭൂമിയിലാണ് നമ്മുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുന്നത്. If your husband is good and your wife is good and your children are good and your office is good and your neighborhood is good, your society is good, all the people around you are good, the servants of God are good, your fellow believers are good, then you will be good also. നിങ്ങൾ നല്ലതാണ്, നിങ്ങളുടെ ഭർത്താവ് നല്ലതാണ്, നിങ്ങളുടെ ഭാര്യ നല്ലതാണ്, നിങ്ങളുടെ മക്കൾ നല്ലതാണ്, നിങ്ങളുടെ ഓഫീസ് നല്ലതാണ്, നിങ്ങളായിരിക്കുന്ന സമൂഹം നല്ലതാണ്, കർത്തൃ ശുശ്രൂഷകർ നല്ലതാണ്, വിശ്വാസികൾ നല്ലതാണ്, നിങ്ങളുടെ ചുറ്റുമുള്ള സകല മനുഷ്യരും നല്ലതാണെങ്കിൽ നിങ്ങളും നല്ലവരായി തന്നെ കാണപ്പെടും. So God led the Israelites through certain situations, problematic situations. അതുകൊണ്ട് ദൈവം ഇസ്രായേലിനെ പ്രശ്നഭരിതമായ സാഹചര്യങ്ങളിലൂടെ നടത്തി. Then their true natures came out. അങ്ങനെ അവരുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെട്ടു. Then their singing stopped. അപ്പോൾ അവരുടെ പാട്ടൊക്കെ നിന്നു. They started singing another song called the song of murmuring. അവർ മറ്റൊരു പാട്ട് പാടുവാൻ തുടങ്ങി. അതിന്റെ പേര് പിറുപിറുപ്പിന്റെ പാട്ടെന്നാണ്. Words of unbelief, അവിശ്വാസത്തിന്റെ വാക്കുകൾ, words of lust,
ദുരാഗ്രഹത്തിന്റെ വാക്കുകൾ, words of rebellion, മത്സരത്തിന്റെ വാക്കുകൾ, words of disobedience. അനുസരണക്കേടിന്റെ വാക്കുകൾ, All this started coming out in the wilderness. മരുഭൂമിയിൽ ഇതെല്ലാം മുഴങ്ങി കേൾക്കുവാൻ തുടങ്ങി. That's why the Lord told them, I led you through the wilderness so that you might know what is in your heart. അതുകൊണ്ടാണ് ദൈവം അവരോട് പറഞ്ഞത്, നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് നീ അറിയേണ്ടതിന് ഞാൻ നിന്നെ ഈ മരുഭൂമിയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. So to allow us to know what is in our heart, God will take us through certain situations. നമ്മുടെ ഹൃദയത്തിൽ എന്താണ് ഇരിക്കുന്നത് എന്ന് നാം അറിയേണ്ടതിന് ദൈവം നമ്മെ ചില പ്രത്യേക സാഹചര്യങ്ങളിലൂടെ നടത്തും. So when you don't have a proper job, നിങ്ങൾക്കൊരു ശരിയായ ജോലി ഇല്ലാത്തപ്പോൾ, and you pray and God doesn't answer, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ദൈവം ഉത്തരം തരുന്നില്ല, when your husband is not faithful to you, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് വിശ്വസ്തനല്ല, and when you have quarrels often in your house, നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാകുമ്പോൾ, when you are suffering from chronic illnesses, നിങ്ങൾ മാരകമായ രോഗങ്ങളാൽ കഷ്ടപ്പെടുമ്പോൾ, that's when the true state of your heart appears. അപ്പോഴാണ് നിങ്ങളുടെ ഹൃദയത്തിന്റെ യഥാർത്ഥ നിലവാരം വെളിപ്പെടുന്നത്. When we face problems, we are all looking at the problems, the persons involved, the situation involved, and so on. നമുക്ക് പ്രശ്നങ്ങൾ നേരിടുമ്പോൾ നാം സാധാരണ പ്രശ്നങ്ങളെ നോക്കുന്നു, അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ നാം ശ്രദ്ധിക്കുന്നു. But God does not watch those things. God watches our heart. ദൈവം പക്ഷെ അതൊന്നുമല്ല ശ്രദ്ധിക്കുന്നത്, അവൻ നമ്മുടെ ഹൃദയത്തെയാണ് ശ്രദ്ധിക്കുന്നത്. When Job's animals were destroyed, ഇയ്യോബിന്റെ മൃഗസമ്പത്ത് നഷ്ടപ്പെട്ടു പോയപ്പോൾ, when Job's children were destroyed, ഇയ്യോബിന്റെ മക്കൾ മരിച്ചു പോയപ്പോൾ, when Job's wife spoke blasphemous things against God and instigated Job to speak that too, ഇയ്യോബിന്റെ ഭാര്യ ദൈവദൂഷണം സംസാരിച്ച് ഇയ്യോബും അപ്രകാരം സംസാരിക്കുവാൻ തന്നെ പ്രേരിപ്പിച്ചപ്പോൾ, God was not watching the dead animals or the dead children or the blasphemous wife. God was watching Job. ആ മരിച്ചുപോയ മക്കളെയോ അല്ലെ ചത്തുപോയ മൃഗങ്ങളെയോ ഈ ദൈവദൂഷണം പറയുന്ന ഭാര്യയോ അല്ല ദൈവം നോക്കിയത് ഇയ്യോബിനെയാണ്. And the devil was also watching Job. പിശാചും ഇയ്യോബിനെയാണ് നോക്കിയത്. What is in his heart? എന്താണ് അവന്റെ ഹൃദയത്തിൽ? Will he curse God? അവൻ ദൈവത്തെ കുറ്റം പറയുമോ? Then came the certificate, and all these things did not Job sin with his lips. അപ്പോഴാണ് ദൈവം അവന് സർട്ടിഫിക്കറ്റ് നൽകുന്നത്, ഇതിലൊന്നിലും ഇയ്യോബ് തന്റെ നാവ് കൊണ്ട് പാപം ചെയ്തില്ല. So many kings ruled Israel and Judah. യഹൂദയെയും ഇസ്രായേലിനെയും പല രാജാക്കന്മാർ ഭരിച്ചു. In the history of the kings, when you read them, നാം രാജാക്കന്മാരുടെ ചരിത്രത്തിൽ വായിക്കുമ്പോൾ, the first thing after the Bible introduces, and king so and so ruled in Israel for so many years, the very next thing that you read in every history of every king is, and he did that which is right in the sight of the Lord, or he did that which is evil in the sight of the Lord. നാം ആദ്യത്തെ രാജാവായ സൗലിന്റെ ചരിത്രം തൊട്ട് നാം വായിച്ചു നോക്കിയാൽ, ഓരോ രാജാവിനെ കുറിച്ചും ഈ രാജാവ് ഇത്ര വർഷം ഇസ്രായേലിനെ ഭരിച്ചു എന്ന് എഴുതിയതിനു ശേഷം അതിന് തൊട്ടടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഒന്നെങ്കിൽ അവൻ ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്തു എന്നോ അല്ലെങ്കിൽ അവന് ദൈവത്തിന് അനിഷ്ടമായത് ചെയ്തു എന്നോ ആണ്. The meaning is, when we look at the circumstances, heaven is looking at our heart. അതിനർത്ഥം നാം സാഹചര്യങ്ങളെ നോക്കുമ്പോൾ സ്വർഗം നമ്മുടെ ഹൃദയങ്ങളെ നോക്കുന്നു. So when God is watching our heart, we also have to watch our heart. ദൈവം നമ്മുടെ ഹൃദയത്തെ നോക്കുമ്പോൾ നാമും നമ്മുടെ ഹൃദയത്തെ ശ്രദ്ധിക്കണം. Dear brother, dear sister, more than the problem, your heart is important to God. പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ കടന്നു പോകുന്ന പ്രശ്നത്തെക്കാൾ ദൈവത്തിന് പ്രാധാന്യമേറിയത് നിന്റെ ഹൃദയമാണ്. We are going to the city of New Jerusalem. That's what we are called for. നാം സ്വർഗീയ യെരൂശലേം അല്ലെ പുതിയ യെരൂശലേം എന്നുള്ള നഗരത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. അവിടേക്കായി നാം വിളിക്കപ്പെട്ടുമിരിക്കുന്നു. The Bible describes the city of New Jerusalem as a city that is crystal clear, transparent like glass. നാം പുതിയ യെരൂശലേം എന്നുള്ള പട്ടണത്തെ കുറിച്ച് വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ അത് സ്ഫടിക തുല്യം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരു ഗ്ലാസ് പോലെ അതിന്റെ മറുവശം കാണാവുന്ന പോലെ സ്ഫടിക തുല്യം എന്ന് എഴുതിയിരിക്കുന്നു. So what does it mean? എന്താണ് അതിന്റെ അർത്ഥം? You can stand outside the city and you can look into the center of the city. നിങ്ങൾക്ക് ആ പട്ടണത്തിന് പുറത്തു നിന്നുകൊണ്ട് ആ നഗര മധ്യത്തിലേക്ക് നിങ്ങൾക്ക് നോക്കുവാൻ കഴിയും. That means there's nothing to hide in that city. അതിനർത്ഥം ആ പട്ടണത്തിൽ മറച്ചു വെക്കുവാൻ ഒന്നുമില്ല എന്നാണ്. When you and I go to that city, our heart should be like that, crystal clear, transparent, nothing to hide. ഞാനും നിങ്ങളും ആ നഗരത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഹൃദയം അപ്രകാരം സ്ഫടിക തുല്യമായിരിക്കണം, ഒന്നും മറച്ചു വെക്കാനില്ലാതെ കാണപ്പെടണം. The Bible says that we have become partakers of the inheritance of the saints in light. വേദപുസ്തകം പറയുന്നത് നാം വിശുദ്ധന്മാരുടെ വെളിച്ചത്തിനുള്ള അവകാശത്തിന്റെ പ്രാപ്തരാക്കി നമ്മെ മാറ്റിയിരിക്കുന്നു
ആയിരിക്കുന്നു എന്നാണ്. So true saints are those who live in the light. That means they have no darkness in them. They live a crystal clear life, nothing unconfessed and hidden. യഥാർത്ഥ വിശുദ്ധന്മാരെന്ന് പറയുന്നവർ അവർ വെളിച്ചത്തിൽ ജീവിക്കുന്നവരാണ്. അവർക്ക് മറച്ചു വെക്കുവാൻ ഒന്നുമില്ല. അവരുടെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല. And you have, and I have been called to be partakers of those saints who are in light. ഞാനും നിങ്ങളും ആ വെളിച്ചത്തിലായിരിക്കുന്ന ആ വിശുദ്ധന്മാരോട് കൂടി അവകാശം പ്രാപിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. So we should have nothing to cover or hide in our spiritual life. അതുകൊണ്ട് നമ്മുടെ ആത്മീക ജീവിതത്തിലും മറച്ചു വെക്കുവാനോ മൂടി വെക്കുവാനോ നമുക്കൊന്നും ഉണ്ടായിരിക്കരുത്. Our heart should also be like transparent glass. നമ്മുടെ ഹൃദയവും അത് ഗ്ലാസ് പോലെ അത് ട്രാൻസ്പെറന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ മറുവശത്തുള്ളത് കാണുവാൻ കഴിയണം. That's why the Bible says, he that covereth his sins will not prosper, but he that confesseth and forsaketh them, he becomes a transparent person. He will find mercy with God. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ അല്ലെങ്കിൽ ദൈവത്തിന്റെ മുമ്പാകെ അത് തുറന്ന് കാണിക്കുന്നവനോ അവന് കരുണ ലഭിക്കും. So in our life, God wants that transparency. നമ്മുടെ ജീവിതത്തിലും ദൈവം അങ്ങനെയുള്ള സ്ഫടിക തുല്യമായ അവസ്ഥയാണ് ആഗ്രഹിക്കുന്നത്. There are many things that we must know. നാം മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളുണ്ട്. But we will look at just one point. നാം അതിൽ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കാം. How should we live a transparent life? എങ്ങനെയാണ് അപ്രകാരം മറവില്ലാത്തതായ ഒരു ജീവിതം നാം ചെയ്യുക? One thing that Jesus often quoted when he was on earth, something that covers this transparency, is hypocrisy. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ അടിക്കടി പറഞ്ഞതായ ഒരു കാര്യം, അല്ലെങ്കിൽ മറച്ചു വെക്കുന്ന ഒരു അനുഭവത്തെ കുറിച്ച് താൻ പറഞ്ഞത് കപടഭക്തി എന്നുള്ളതാണ്. You see, there was a group of people called the Pharisees when Jesus lived in this world. യേശു ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ പരീശന്മാർ എന്ന് പേരുള്ള ഒരു കൂട്ടരുണ്ടായിരുന്നു. Those Pharisees were the spiritual elite, the spiritual people whom everybody looked up to as examples. അവര് ആ ലോകത്തിൽ അന്ന് ജീവിച്ചിരുന്ന മനുഷ്യരെല്ലാവരും അവരെ ആത്മീയരെന്ന് കരുതി ഒരു മാതൃക എന്നവണ്ണം മറ്റുള്ളവരൊക്കെയും അവരെ നോക്കിയിരുന്നു, അല്ലെ ശ്രദ്ധിച്ചിരുന്നു. Some of them knew the Pentateuch, the first 5 books of the Bible by heart. അവരിൽ ചിലർക്ക് വേദപുസ്തകത്തിലെ ആദ്യ 5 പുസ്തകങ്ങൾ കാണാതെ അറിയാമായിരുന്നു. They knew the whole Old Testament law by heart. അതായത് അവർക്ക് പഴയ നിയമ ന്യായപ്രമാണങ്ങൾ മുഴുവനും കാണാതെ അറിയാമായിരുന്നു. So they were all big high professional religious people. അല്ലെങ്കിൽ അതായത് അവരൊക്കെയും മതപരമായി വളരെ ഉയർന്ന നിലവാരത്തിലുള്ളവരായിരുന്നു. But when Jesus came, he looked at those people who knew the whole Old Testament law by heart. He called them hypocrites. എന്നാൽ യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഈ പഴയ നിയമ ന്യായപ്രമാണങ്ങൾ മുഴുവനും കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്ന ഇവരെ നോക്കി യേശു വിളിക്കുന്നത് കപടഭക്തിക്കാരെ എന്നാണ്. In Matthew chapter 23 alone, Jesus called those Pharisees at least 6 or 7 times. He calls them hypocrites. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ മാത്രം യേശു ഈ പരീശന്മാരെ ഏറ്റവും കുറഞ്ഞത് 6 പ്രാവശ്യമെങ്കിലും കപടഭക്തിക്കാരെ എന്ന് വിളിക്കുന്നു. So when they thought they were spiritual and everybody thought they were spiritual, Jesus, who had eyes as flames of fire, could look into their hearts and tell their true state. അവർ തങ്ങളെ തന്നെ ആത്മീയരെന്ന് അവർ കരുതിക്കൊണ്ടിരുന്നപ്പോൾ, സകലരും അവർ ആത്മീയരെന്ന് നിരൂപിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അഗ്നിജ്വാലക്കൊത്തതായ കണ്ണുകൾ ഉള്ളവനായ യേശു അവരുടെ ഉള്ളിലേക്ക് നോക്കിയിട്ട് അവരുടെ യഥാർത്ഥ നിലവാരം എന്താണെന്ന് പറയുകയാണ്. In heaven there are going to be many surprises. സ്വർഗ്ഗത്തിൽ പല വിധത്തിലുള്ള അത്ഭുതങ്ങൾ കാണപ്പെടുവാൻ പോകുന്നുണ്ട്. Some people whom we think are very spiritual are going to be found in hell, and some people whom we have despised all along are going to find favor in God's sight. നാം വളരെ ആത്മീയരെന്ന് കരുതുന്ന പലരും നരകത്തിലും, നാം വളരെ അനാത്മീയരെന്ന് കരുതി അവഗണിച്ചിരിക്കുന്നവർ പലരും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ കരുണ ലഭിക്കുവാനും പോകുകയാണ്. Now listen carefully. I'm not saying that everyone who appears spiritual is going to go to hell and everyone who appears sinful is going to go to heaven. I'm not saying that. I'm saying there will be many turnovers, many surprises. ശ്രദ്ധിക്കണം, ആത്മീയരെന്ന് കാണപ്പെടുന്ന എല്ലാവരും നരകത്തിൽ പോകുമെന്നോ അനാത്മീയരായിട്ട് കാണപ്പെടുന്ന എല്ലാവരും സ്വർഗത്തിൽ പോകുമെന്നോ അല്ല ഞാൻ പറയുന്നത്. പക്ഷേ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അതിൽ ചില വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ചില മാറ്റങ്ങളൊക്കെ വന്നേക്കാം. അത് ചില അത്ഭുതങ്ങൾ അവിടെ കാണപ്പെടുവാൻ പോകുകയാണ്. Jesus himself said, not everyone that says Lord, Lord will go into the kingdom of heaven. That means just because you see someone praying saying Lord, Lord, don't think he will go to heaven. യേശു തന്നെ പറയുകയുണ്ടായി, എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന എല്ലാവരും അല്ല സ്വർഗരാജ്യത്തിൽ പോകുന്നത്. അതിനർത്ഥം എല്ലായ്പ്പോഴും ഇരുന്ന് കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം സ്വർഗത്തിൽ
സ്വർഗത്തിൽ പോകുകയില്ല എന്നാണ്. Jesus is not trying to say you should not say Lord, Lord. Jesus is trying to say just because you say Lord, Lord, that alone will not certify you for heaven. അതിനർത്ഥം നിങ്ങൾ കർത്താവേ കർത്താവേ എന്ന് വിളിക്കരുത് എന്നല്ല യേശു പറഞ്ഞത്. യേശു പറഞ്ഞത് കർത്താവേ കർത്താവേ എന്ന് വിളിച്ചത് കൊണ്ട് മാത്രം സ്വർഗത്തിൽ പോകുവാൻ മാത്രം യോഗ്യത ആർക്കും ലഭിക്കുകയില്ല എന്നാണ്. But along with saying Lord, Lord, learn to do the will of my Father which is in heaven. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നതിനോടൊപ്പം സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ കൂടി പഠിക്കണം. And Jesus says in that day many will come and say, Lord, have we not prophesied in your name? യേശു പറയുകയാണ്, ആ ദിവസങ്ങളിൽ പലരും വന്നിട്ട് കർത്താവേ ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചില്ലയോ എന്ന് ചോദിക്കും. What does that mean? എന്താണ് അതിനർത്ഥം? In the church the gift of prophecy would work through them and they will say, thus saith the Lord. ആ സഭയില് ഇപ്രകാരമുള്ളവരിലൂടെ പ്രവചന വരം ജ്വലിച്ചിട്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നവർ പറയും. In thy name have we not cast out devils? നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കിയില്ലയോ? That means while everyone is watching, other gifts and others don't have those gifts, but they are able to cast out demons. അതായത് മറ്റുള്ളവർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് ഈ കൃപാവരങ്ങൾ ഇല്ലാതെ ഇരിക്കുമ്പോൾ തന്നെ അവർക്ക് പിശാചിനെ പുറത്താക്കുവാൻ കഴിയുന്നു. And in thy name we have done many wonderful works. നിന്റെ നാമത്തിൽ ഞങ്ങൾ വളരെ വീര്യപ്രവർത്തികൾ ചെയ്തില്ലയോ? Then Jesus says, then will I profess to them, depart from me, I never knew you, ye workers of iniquity. അപ്പോൾ യേശു പറയുകയാണ്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നെ വിട്ടു പോകുവിൻ, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. Why? എന്തുകൊണ്ട്? They had gifts operating in them, they looked spiritual, but there was a lot of iniquity in them. We didn't see it, Jesus saw it. അവരിൽ കൃപാവരങ്ങൾ ജ്വലിച്ചിരുന്നു, അവര് ആത്മീയരെ പോലെ കാണപ്പെട്ടിരുന്നു, പക്ഷേ അവരിൽ വളരെ അധർമ്മം ഉണ്ടായിരുന്നു. നാം അത് കണ്ടില്ല എങ്കിലും യേശു അത് കാണുകയുണ്ടായി. Let's read that verse in Matthew chapter 7 and verse 23. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 23-ൽ നമുക്കത് വായിക്കാം. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ എന്ന് തീർത്തു പറയും. And then will I profess unto them, I never knew you, depart from me, ye that work iniquity. The words to be noted here. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട വാക്കുകൾ, Jesus doesn't say, I don't know you. ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നല്ല യേശു പറഞ്ഞത്. Jesus is saying here, I never knew you. ഞാൻ ഒരിക്കലും നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. How is that possible? എന്താണ് അത്? എങ്ങനെയാണ് അത് സാധിക്കുന്നത്? God gave them those gifts. ദൈവമാണ് അവർക്ക് ആ വരങ്ങൾ നൽകിയത്. They didn't cast out demons in somebody else's name. They cast out demons in Jesus' name. അവര് ഭൂതങ്ങളെ പുറത്താക്കിയത് മറ്റാരുടെയും നാമത്തിലല്ല, യേശുവിന്റെ നാമത്തിൽ തന്നെയാണ്. Lord, have we not prophesied in thy name? കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചില്ലയോ? How is it that Jesus did? If Jesus says, I don't know you, it's different. He says, I never knew you. യേശു അവരോട് ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറയുകയല്ല, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന, ഒരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. Oh, that means from the beginning he doesn't know them. അതിനർത്ഥം ആദ്യം മുതൽ യേശു ഇവരെ അറിഞ്ഞിട്ടില്ല. What does that mean? എന്താണ് അതിനർത്ഥം? If you don't do the will of God and just appear like a superficial Christian before others as a hypocrite, നിങ്ങൾ കർത്താവിന്റെ ഇഷ്ടം ചെയ്യാതെ മറ്റുള്ളവരുടെ മുമ്പാകെ ബാഹ്യമായി ഒരു കപടഭക്തിക്കാരനെ പോലെ കാണപ്പെടുന്നുവെങ്കിൽ, we will be wiped out of God's memory. നാം ദൈവത്തിന്റെ ഓർമ്മയിൽ നിന്ന് നമ്മെ മായിച്ചു കളയും. That means even in his memory we won't be there. That's why God says, I never knew you. ദൈവത്തിന്റെ ഓർമ്മയിൽ പോലും നാം കാണുകയില്ല. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. Who are you? I don't know. I've never known you. Depart from me. നീ ആരാണ്? ഞാൻ നിന്നെ അറിഞ്ഞിട്ടില്ല, എന്നെ വിട്ടു പോകുവിൻ. Just imagine, suppose I'm a gifted person. I cast out demons, I prophesy, I preach, I do so many things. Everybody looks up to me and I go to heaven and I disobey God. I do what I like and I go to heaven and say, Jesus, I go to embrace him and says, who are you? I don't know who you are. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. എനിക്ക് വളരെ കൃപാവരങ്ങൾ ഉണ്ടെന്ന് കരുതുക. ഞാൻ വളരെ അത്ഭുതങ്ങൾ ചെയ്യുന്നു, ഭൂതങ്ങളെ പുറത്താക്കുന്നു, പ്രവചിക്കുന്നു, പ്രസംഗിക്കുന്നു, പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മരിച്ച് സ്വർഗത്തിലേക്ക് ചെന്ന് യേശുവിന്റെ അടുക്കിലേക്ക് ചെന്നിട്ട് യേശുവേ എന്ന് പറഞ്ഞ് അവനെ ആലിംഗനം ചെയ്യുവാൻ ചെല്ലുമ്പോൾ യേശു അവിടെ നിൽക്കും, ഞാൻ നിന്നെ അറിഞ്ഞിട്ടില്ല. He doesn't just say that, says, get out, depart from me, get out, you're a worker of iniquity. യേശു അത് പറഞ്ഞു നിർത്തുകയല്ല, എന്നെ വിട്ടു പോകുവിൻ, പുറത്തു പോ അധർമ്മം പ്രവർത്തിക്കുന്നവനെ എന്ന് പറഞ്ഞ് യേശു പുറത്താക്കുകയാണ്. What a shock that will be. അതെത്ര ഒരു ഞെട്ടൽ ഉളവാക്കുന്നതായിരിക്കും. How terrible it will be when we face that and we have not rectified our lives on earth. നാം അങ്ങനെയുള്ള ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ
പ്രതികരിക്കാതെ അങ്ങനെയുള്ള ഒരു സാഹചര്യം നാം നേരിടുകയാണെങ്കിൽ അത് എത്ര So ഭയാനകമായിരിക്കും. let's check ourselves and see, are we living like actors and actresses, or are we living with the saints in light? നാം നമ്മുടെ ജീവിതത്തെ പരിശോധിച്ച് നാം നടന്മാരും നടിമാരുമായിട്ട് ജീവിക്കുകയാണോ അതോ വെളിച്ചത്തിലുള്ള വിശുദ്ധന്മാരോടുകൂടെ നാം ജീവിക്കുന്നുവോ എന്ന് കണ്ടറിയണം. Are we trying to cleverly cover up our sins and try to show something else in front while we are something else behind? നാം വളരെ ബുദ്ധിപരമായി നമ്മുടെ പാപങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് നാം എന്തൊക്കെയോ ആയിരിക്കുമ്പോൾ മറ്റു ചിലതായിട്ട് നാം ഭാവിക്കുകയാണോ അഭിനയിക്കുകയാണോ? Now I want to just allow us to check two aspects of hypocrisy that could be found in our lives. നമ്മുടെ ജീവിതത്തിൽ കാണപ്പെടുവാൻ സാധ്യതയുള്ള രണ്ട് വിധത്തിലുള്ള കപടഭക്തിയുടെ അനുഭവം നാം പരിശോധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Hypocrisy is a vast subject, കപടഭക്തി എന്നുള്ളത് ഒരു വലിയ വിശാലമായ വിഷയമാണ്. and we have lots and lots of it. I have it. നമുക്കത് അതിൽ പല കാര്യങ്ങളുമുണ്ട്, എനിക്കതിൽ പലതുമുണ്ട്. We can't deny it. We are all good actors and actresses in various fields. പല വിധത്തിൽ അല്ലെ പല അർത്ഥങ്ങളിൽ നമ്മിൽ പലരും നല്ല നടന്മാരും നടിമാരുമാണ് നാം സമ്മതിച്ചേ മതിയാകും. But to go to New Jerusalem, we should get rid of it and become saints in light. എന്നാൽ പുതിയ യെരൂശലേമിലേക്ക് നാം പോകേണ്ടതിന് നാം അതെല്ലാം ഒഴിവാക്കി വെളിച്ചത്തിലുള്ള വിശുദ്ധന്മാരായി തീരണം. So just let's check two things in our life. നമ്മുടെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഒന്ന്, Many of us say like this about our anger and about our outspokenness. നമ്മുടെ കോപത്തെക്കുറിച്ചും നമ്മുടെ അധിക പ്രസംഗത്തെക്കുറിച്ചുമൊക്കെ നാം ചിലപ്പോൾ നമ്മിൽ പലരും ഇപ്രകാരം പറയാറുണ്ട്. What do we say? എന്താണ് പറയുന്നത്? I'm always open. ഞാൻ എപ്പോഴും ഒരു തുറന്ന ഹൃദയമുള്ളവനാണ്. I won't keep anything inside me. ഞാൻ ഒന്നും എന്റെ ഉള്ളിൽ അടക്കി വെക്കുന്നില്ല. I will ask straight away, straightforward. ഞാൻ എല്ലാം മുഖത്തടിച്ച പോലെ പറയും. And then after that I will just leave it like that. അതിനുശേഷം ഞാൻ എല്ലാം വിട്ടുകളയും, ഞാൻ മറന്നു കളയും. This is nice kind of painting our anger and our foolishness. ഇത് നമ്മുടെ വിഡ്ഢിത്തരവും അല്ലെങ്കിൽ നമ്മുടെ കോപത്തെ നാം അതിനെ പോളിഷ് ചെയ്തല്ലേ പെയിന്റ് അടിച്ച് വെക്കുന്നതിന് തുല്യമാണ്. To be outspoken, to be angry and short-tempered is a fallen nature. കോപിക്കുന്നതും അല്ലെങ്കിൽ അധിക പ്രസംഗം പറയുന്നതുമൊക്കെ അതൊരു വീണുപോയ ഒരു മനുഷ്യന്റെ അനുഭവമാണ്. But we try to sanctify that and baptize that fallen nature and say, I'm very open, I won't keep anything inside me, I'll ask straight away. എന്നാൽ നാം അതിനെ വിശുദ്ധീകരിച്ച് അതിനെ സ്നാനപ്പെടുത്തുകയാണ്. ഞാൻ വളരെ തുറന്ന മനസ്സുള്ള ഒരു മനുഷ്യനാണ്, ഒന്നും ഉള്ളിൽ വെക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. But the Bible says that's hypocrisy. എന്നാൽ വേദപുസ്തകം പറയുന്നത് അത് കപടഭക്തിയാണ് എന്നാണ്. Because Jesus himself is not like that. Jesus himself is not like that. എന്തുകൊണ്ടെന്നാൽ യേശു അപ്രകാരമല്ല. To go and open everything to everybody and ask them straightforward is not a saint's nature. എല്ലാ കാര്യവും ചെന്ന് തുറന്ന് എല്ലാവരോടും ചെന്ന് ചോദിക്കുക എന്ന് പറയുന്ന തുറന്ന് പറയുക എന്നുള്ളത് ഒരു വിശുദ്ധന്റെ ലക്ഷണമല്ല. It's a fallen nature. It's called being outspoken, and that has to be contained and done wisely. അതൊരു വീണുപോയ അനുഭവമാണ്, അല്ലെങ്കിൽ വീഴ്ചയുടെ അനുഭവമാണ്. അതിന് അധിക പ്രസംഗം എന്നാണ് പറയുന്നത്. അതിനെ നിയന്ത്രിച്ചേ മതിയാകൂ. When Jesus looked at the woman caught red-handed in adultery, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടതായ ആ സ്ത്രീയോട് Jesus said, neither do I condemn thee. യേശു പറഞ്ഞത് ഞാനും നിന്നെ വിധിക്കുന്നില്ല. So when Jesus, who is the ultimate judge, he's going to judge each one of us. He himself does not judge. Then who are we to be open and outspoken and speak everything to everyone? ഏറ്റവും വലിയ ന്യായാധിപനായ യേശു, നിങ്ങളെയും എന്നെയും ന്യായം വിധിക്കുവാൻ പോകുന്നവനായ യേശു, അവൻ വിധിക്കുന്നില്ല എങ്കിൽ നാം മറ്റുള്ളവരെ കുറ്റം വിധിക്കുവാൻ നാം ആരാണ്? When we ourselves are guilty criminals and we need the mercy of God, who are we to point a finger at somebody else? കുറ്റവാളികളെ പോലെ അല്ലെ പാപികളായ കുറ്റവാളികളെ പോലെ യേശുവിന്റെ മുമ്പാകെ നാം നിൽക്കുമ്പോൾ മറ്റൊരു വ്യക്തിയെ വിധിച്ച് നമ്മുടെ വിരൽ ആ വ്യക്തിയുടെ നേരെ ചൂണ്ടുവാൻ നാം ആരാണ്? Look at the picture of three people hanging side by side on three crosses, Jesus and two thieves on either side. മൂന്ന് മനുഷ്യർ ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. യേശുവും തന്റെ രണ്ടു വശത്തായി രണ്ട് കള്ളന്മാരും. Look at the first thief. ഒന്നാമത്തെ കള്ളനെ നോക്കുക. The first thief is hanging on the cross because he stole. ഒന്നാമത്തെ കള്ളൻ താൻ ക്രൂശിക്കപ്പെട്ടത് താൻ മോഷ്ടിച്ചത് കൊണ്ടാണ്. At least he was standing on the floor and he's criticizing Jesus something. He's hanging on the cross and criticizing Jesus. താൻ നിലത്ത് നിന്നുകൊണ്ട് യേശുവിനെ പരിഹസിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ക്രൂശിൽ കിടന്നുകൊണ്ടാണ് യേശുവിനെ താൻ കുറ്റം പറയുന്നത്. He is a thief, he is guilty, he is dying for his wrong and he is criticizing Jesus. താനൊരു മോഷ്ടാവാണ്, താൻ തെറ്റ് ചെയ്തത് കൊണ്ട് താൻ ആ തെറ്റ് നിമിത്തം മരിച്ചുകൊണ്ടിരിക്കുകയാണ്.
ആ സമയത്ത് താൻ യേശുവിനെ കുറ്റം പറയുന്നു. That poor thief that day went to hell. ആ പാവം കള്ളൻ അന്ന് നരകത്തിലേക്ക് പോയി. Are we like that? നാമും അതുപോലെയാണോ? We have a huge list of unrighteousness and sins in us, and we try to cover it up, and we say we are very open, and we try to criticize others. നമ്മുടെ ജീവിതത്തില് ഒരു വലിയ ലിസ്റ്റ് പാപങ്ങളുടെയും അകൃത്യങ്ങളുടെയും ഒരു വലിയ ലിസ്റ്റ് വെച്ചുകൊണ്ട് നാം അത് മറയ്ക്കുവാൻ ശ്രമിച്ചുകൊണ്ട് മറ്റുള്ളവരെ കുറ്റം വിധിച്ച് നാം വളരെ തുറന്ന മനസ്സുള്ളവരാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? Look at the second thief. രണ്ടാമത്തെ കള്ളനെ നോക്കുക. He acknowledged that he was guilty, താൻ കുറ്റവാളിയാണ്, അല്ല തെറ്റുകാരനാണ് എന്ന് അവൻ സമ്മതിക്കുന്നു. and he looks to Jesus and asks for his mercy. Lord, remember me when you go to paradise. യേശുവിനെ നോക്കിക്കൊണ്ട് താൻ യേശുവിന്റെ ദയയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ്. കർത്താവേ, നീ പറുദീസയിലായിരിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. That's the way Jesus wants us to be. നാമും അപ്രകാരമായിരിക്കണമെന്നാണ് യേശു ആഗ്രഹിക്കുന്നത്. When we humble ourselves and acknowledge who we are, then we will have the mercy of God. നാം നമ്മെ തന്നെ താഴ്ത്തിക്കൊണ്ട് നാം ആരാണെന്ന് ദൈവ മുമ്പാകെ സമ്മതിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ കരുണ ലഭിക്കാനിടയാകും. So let's not try to paint our sins and give it another color and another name and try to show as though it's some sanctified nature. അതുകൊണ്ട് നമ്മുടെ പാപങ്ങളെ പെയിന്റ് അടിച്ച് അതിന് മറ്റൊരു കളറും മറ്റൊരു പേരും കൊടുത്തുകൊണ്ട് നമ്മെ തന്നെ വിശുദ്ധന്മാർ എന്നുള്ള നിലവാരത്തിൽ നാം കാണിക്കരുത്. Let us take responsibility for our faults and humble ourselves and go to our Savior, and He will deliver us. നമ്മുടെ കുറ്റങ്ങളുടെ ഉത്തരവാദിത്വം നാം ഏറ്റെടുത്തുകൊണ്ട് നമ്മെ തന്നെ താഴ്ത്തിക്കൊണ്ട് നമ്മെ രക്ഷിക്കുന്നവനായ രക്ഷകന്റെ അടുക്കിലേക്ക് നാം പോകണം. Look at the third person hanging on the cross. ക്രൂസിൽ കിടക്കുന്ന മൂന്നാമത്തെ വ്യക്തിയെ നോക്കുക. Jesus. യേശു. He looks like the biggest thief because he's hanging in the middle of two thieves. താൻ രണ്ട് കള്ളന്മാരുടെ നടുക്ക് കിടക്കുന്നതുകൊണ്ട് താൻ വലിയ കള്ളനെ പോലെ കിടക്കുകയാണ്. But he didn't open his mouth. താൻ തന്റെ വാ തുറക്കുന്നില്ല. He took the iniquity of the whole world upon himself. താൻ മുഴുവൻ ലോകത്തിന്റെയും പാപം തന്റെ അകൃത്യം തന്റെ മേൽ ചുമന്നു. The Father told Jesus, shh, don't open your mouth. പിതാവ് യേശുവിനോട് പറഞ്ഞു, വായി തുറക്കരുത്. And Jesus remained silent. യേശു മൗനമായിരിക്കുന്നു. Father, forgive them. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ. When he died, യേശു മരിച്ചപ്പോൾ people mocked at him. Himself he could not save. He saved the whole world. He said he'll save the whole world. He couldn't save himself. മനുഷ്യർ യേശുവിനെ നോക്കി പരിഹസിച്ചു. ഇവൻ മുഴു ലോകത്തെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. ഇവനെ തന്നെ രക്ഷിക്കാൻ കഴിയുന്നില്ല, പിന്നെ എങ്ങനെയാണ് ഇവൻ മുഴു ലോകത്തെ രക്ഷിക്കുന്നത് എന്ന് പരിഹസിച്ചു. But when the time came, the Father justified him, exalted him far above all heavens, and gave him a name that is above every name. എന്നാൽ തക്ക സമയം വന്നപ്പോൾ പിതാവ് അവനെ നീതീകരിച്ച് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലേക്ക് അവനെ കൊണ്ടുചെന്ന് സകല നാമത്തിന്റെ മീതെയുള്ള ഒരു നാമം നൽകി. So we should come out of that state of the first thief when we have a load of sins within ourselves, criticizing others. നമ്മുടെ ജീവിതത്തിൽ തന്നെ പല പാപങ്ങളുള്ളപ്പോൾ മറ്റുള്ളവരെ കുറ്റം പറയുന്ന കുറ്റം വിധിക്കുന്ന സ്വഭാവമുള്ള ആദ്യത്തെ കള്ളന്റെ അനുഭവത്തിൽ നിന്ന് നാം പുറത്തു വരണം. There is a parable in the Bible വേദപുസ്തകത്തിൽ ഇപ്രകാരം ഒരു ഉപമയുണ്ട്. which says every sin that a man does against a man, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് വിരോധമായി ചെയ്യുന്ന എല്ലാ പാപവും. read that in Matthew മത്തായിയുടെ സുവിശേഷം chapter 18. 18-ാം അധ്യായം. Every sin that a man does against a man, ഒരു മനുഷ്യന് വിരോധമായി ചെയ്യുന്ന എല്ലാ പാപവും is compared to 100 pence. അത് 100 വെള്ളിക്കാശിനോട് താരതമ്യപ്പെടുത്തുകയാണ്. Matthew 18:28. മത്തായിയുടെ സുവിശേഷം 18:28. ആ ദാസൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടംപെട്ട ഒരു കൂട്ടുദാസനെ കണ്ട് തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി, നിന്റെ കടം തീർക്കുക എന്ന് പറഞ്ഞു. But the same servant went out and found one of his fellow servants which owed him 100 pence, and he laid hands on him and took him by the throat, saying, Pay me that thou owest. 100 pence. 100 വെള്ളിക്കാശ്. That is man sinning against man. അത് ഒരു മനുഷ്യന് വിരോധമായി ചെയ്യുന്ന പാപം. But man sinning against God. മനുഷ്യൻ ദൈവത്തിന് വിരോധമായി ചെയ്യുന്ന പാപമോ? Read verse 24. 24-ാം വാക്യം വായിക്കാം. അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടംപെട്ട ഒരുത്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. And when he had begun to reckon, one was brought unto him which owed him 10,000 talents. So 100 pence is like 10 rupees. ഈ 100 വെള്ളിക്കാശ് എന്ന് പറയുന്ന ഏകദേശം 10 രൂപയുടെ വിലയേ ഉള്ളൂ. 10,000 talents is like 1 crore rupees. ഈ ഒരു 10,000 താലന്ത് എന്ന് പറയുന്നത് അത് ഏകദേശം 1 കോടി രൂപയാണ്. So when man sins against man, Jesus says that's like
like 10 rupees. യേശു പറയുകയാണ്, ഒരു മനുഷ്യൻ മനുഷ്യന് വിരോധമായി പാപം ചെയ്താൽ അത് വെറും 10 രൂപ പോലെയുള്ളൂ. The sinner owes 10 rupees to the man he sinned against. ഒരു മനുഷ്യൻ ആർക്കെങ്കിലും വിരോധമായി പാപം ചെയ്താൽ ഒരു 10 രൂപ കൊടുക്കണം എന്നുള്ളത് പോലെയുള്ളൂ. But when you and I commit a sin against God, you owe God 1 crore rupees. എന്നാൽ നിങ്ങളും ഞാനും ദൈവത്തിന് വിരോധമായിട്ട് പാപം ചെയ്യുമ്പോൾ ദൈവത്തിന് 1 കോടി രൂപ നാം കൊടുക്കണം. You read the whole parable later on. നിങ്ങൾ പിന്നീട് ആ ഉപമ മുഴുവൻ വായിച്ചു നോക്കിക്കൊള്ളുക. The summary of the parable is this. ഈ ഉപമയുടെ അതിന്റെ സംഗ്രഹം ഇപ്രകാരമാണ്: If you don't forgive your brother, നിങ്ങൾ നിങ്ങളുടെ സഹോദരനോട് ക്ഷമിക്കുന്നില്ല എങ്കിൽ, if you don't forgive his 10 rupees, അവന്റെ 10 രൂപ നിങ്ങൾ ക്ഷമിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ, I will ask you back your 1 crore rupees. നീ എനിക്ക് തരുവാനുള്ള 1 കോടി രൂപ ഞാൻ നിന്നോട് തിരികെ ചോദിക്കും. That means if we have bitterness in our heart against others and don't forgive others, അതിനർത്ഥം നാം മറ്റുള്ളവരോട് നമ്മൾ ഹൃദയത്തിൽ കയ്പ് വെച്ചുകൊണ്ട് അവരോട് ക്ഷമിക്കാതെ ഇരിക്കുന്നുവെങ്കിൽ, the sins which God forgave us earlier when we were saved will all be cancelled. All the forgiveness will be cancelled. The sins and the forgiveness will be revoked. നാം മാനസാന്തരപ്പെട്ടപ്പോൾ അല്ല രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവം നമ്മളോട് ക്ഷമിച്ചു തന്നതായി എല്ലാ പാപവും അതിന്റെ പാപക്ഷമ എന്നുള്ള അതിനെ ക്യാൻസൽ ചെയ്തിട്ട് ആ പാപത്തെ എല്ലാം ദൈവം തിരികെ വരുത്തും. You read the parable, that's the meaning of the parable. നിങ്ങൾ ആ ഉപമ വായിച്ചു നോക്കിക്കൊള്ളുക, അതിന്റെ അർത്ഥം അപ്രകാരമാണ്. If we are like the first thief, we won't go even to new earth, we'll only go to hell. നാം ആദ്യത്തെ കള്ളനെ പോലെ ആണെങ്കിൽ നാം പുതിയ ഭൂമി പോലും പോകത്തില്ല, നരകത്തിലേ പോകുകയുള്ളൂ. That's why the Bible says, judge not that ye be not judged. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് നിങ്ങളും വിധിക്കരുത്. Be ye also merciful, even as your heavenly Father is merciful. നിങ്ങളുടെ സ്വർഗീയ പിതാവ് ദയയുള്ളവൻ കരുണയുള്ളവൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിപ്പീൻ. The heavenly Father taught us to pray in the Lord's prayer, forgive us our sins even as we forgive others their trespasses against us. യേശു സ്വർഗീയ പിതാവിനോടുള്ള പ്രാർത്ഥനയിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുകയുണ്ടായി: ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ. God wants us to move from that state and be like the penitent thief who realized his sins and asked Jesus for mercy and forgiveness. നാം ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറി ആ മനസ്സാന്തരപ്പെട്ട കള്ളനെ പോലെ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി ഏറ്റുപറയുന്ന അവസ്ഥയിൽ കാണപ്പെടണമെന്ന് യേശു ആഗ്രഹിക്കുകയാണ്. But if we want to go to New Jerusalem, എന്നാൽ നാം പുതിയ യെരൂശലേമിൽ പോകണമെങ്കിൽ we have to learn to forgive others when they make us like the biggest thief. നമ്മെ ഏറ്റവും വലിയ കള്ളന്മാരായിട്ട് മറ്റുള്ളവർ മാറ്റുമ്പോൾ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കൂടി നാം പഠിക്കണം. That's the standard of New Jerusalem. അതാണ് പുതിയ യെരൂശലേമിന്റെ നിലവാരം. Only then can we sit with Jesus on his throne. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് യേശുവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ കഴിയുകയുള്ളൂ. There was a man who said in the church there are 4 kinds of people. ഒരു മനുഷ്യൻ ഇപ്രകാരം പറയുകയുണ്ടായി: സഭയിൽ 4 വിധത്തിലുള്ള മനുഷ്യരുണ്ട്. He compared these 4 groups of people to 4 bones. ഈ 4 വിധത്തിലുള്ള മനുഷ്യരെ 4 എല്ലുകളോട് താൻ താരതമ്യപ്പെടുത്തി. Said one group of people, they are called the jawbones. അത് ഒരു കൂട്ടര് അവര് താടി എല്ലുകൾ എന്ന് വിളിക്കപ്പെടുന്നു. What is that? എന്താണത്? They will go on talking but they won't do anything. അവർ സംസാരിച്ചുകൊണ്ടേയിരിക്കും, പക്ഷെ ഒന്നും പ്രവർത്തിക്കത്തില്ല. Whatever anyone says, they will always be passing comments and criticisms but won't do anything. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിനെക്കുറിച്ച് വിമർശനങ്ങൾ പറഞ്ഞുകൊണ്ടല്ല അതിനെക്കുറിച്ച് കമന്റുകൾ പാസ്സാക്കിക്കൊണ്ടിരിക്കും, പക്ഷെ ഒന്നും ചെയ്യത്തില്ല. They are called the jawbones. They only speak. അവര് താടിയെല്ലെന്നാണ് വിളിക്കപ്പെടുന്നത്, സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ. Second group of people, they are called the knuckle bones. രണ്ടാമത്തെ കൂട്ടർ അത് കൈവിരലുടെ എല്ലുകളാണ്, കൈവിരലുടെ ഈ ഭാഗത്തുള്ള എല്ലുകൾ എന്നാണ് അവരെ വിളിക്കുന്നത്. What do they do? അവരെന്താണ് ചെയ്യുന്നത്? Anyone tries to do anything, their job is to knock out everything. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്യുവാൻ ശ്രമിച്ചാൽ അവരെ ഇടിച്ചിടുക എന്നുള്ളതാണ് ഇവരുടെ ജോലി. They won't do anything but they'll find fault with everything everybody does. അവരും ഒന്നും ചെയ്യുകയില്ല, അവർ മറ്റുള്ളവർ ചെയ്യുന്നതിലെല്ലാം കുറ്റം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. The third group, they are called the wishbones. മൂന്നാമത്തെ കൂട്ടർ അവരെ ആഗ്രഹിക്കുന്ന എല്ലുകൾ എന്നാണ് വിളിക്കുന്നത്. Wishbones means when you have chicken, there are you will find a V-shaped bone sometimes when you eat. ആഗ്രഹിക്കുന്ന എല്ലെന്നുള്ളത് അത് ചിക്കൻ കോഴിക്കറി വെക്കുമ്പോൾ ഇപ്രകാരം വിയുടെ ഷേപ്പിലുള്ള ഒരു എല്ല് ഇതിൽ കാണപ്പെടും. That's called a wishbone. അതിന്റെ പേരാണ് ആഗ്രഹിക്കുന്ന എല്ല്. The meaning of that is where it's a superstition. That is, when such a bone comes and you see that, immediately you can wish anything and it will happen. ഇപ്രകാരം ഒരു അന്ധവിശ്വാസം നിലവിലുണ്ട്. നിങ്ങൾ കോഴിക്കറി കഴിക്കുമ്പോൾ ആ എല്ല് കിട്ടുകയാണെങ്കിൽ അത് കണ്ടാൽ ഉടനെ നിങ്ങൾ ആദ്യം എന്താ ആഗ്രഹിക്കുന്നോ അത് സാധിക്കും.
So it's called wishbone. അങ്ങനെ ആ എല്ലിന്റെ പേരാണ് ആഗ്രഹിക്കുന്ന എല്ല്. There are some people who are like wishbones. ചില മനുഷ്യരും ഈ എല്ലിനെ പോലെയാണ്. I wish the church was like this. ഓ, സഭ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. I wish the church of God, the servants of God were like this. കർത്താവിന്റെ ശുശ്രൂഷക്കാരൊക്കെ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. I wish the convention was like this. ഓ, കൺവെൻഷൻ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. They are all wishing this and wishing that, that's all. അവർ ഇതും അതും ഒക്കെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്, അത്രേ ഉള്ളൂ. The fourth group, നാലാമതൊരു കൂട്ടരുണ്ട്, the backbones. അവർ നട്ടലാണ്. They won't talk, they will do. അവര് സംസാരിക്കത്തില്ല, പ്രവർത്തിക്കും. They will bend down and they will take and carry the burden of the church and help it to move forward. അവര് കുനിഞ്ഞ് സഭയുടെ ഭാരം വഹിച്ചുകൊണ്ട് അതിനെ മുമ്പോട്ട് പോകുവാൻ സഹായിക്കും. God doesn't want jawbones and knuckle bones and wishbones. God wants backbones. യേശുവിന് താടിയെല്ലുകളും കൈവിരലുകളുടെ എല്ലുകളും അല്ലെ ആഗ്രഹിക്കുന്ന എല്ലുകളും ഒന്നും അല്ല വേണ്ടത്, നട്ടെല്ലുകളെയാണ്. You know who we are standing before? നിങ്ങൾക്കറിയുമോ നാം ആരുടെ മുമ്പാകെയാണ് നിൽക്കുന്നത്? And whom we are talking in front of? നാം ആരുടെ മുമ്പിലാണ് സംസാരിക്കുന്നതെന്ന് അറിയുമോ? The Bible says in Habakkuk chapter 2 ഹബക്കൂക്കിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ and verse 20, 20-ാം വാക്യം, എന്നാൽ യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, സർവ്വഭൂമിയും അവന്റെ സന്നിധിയിൽ മൗനമായിരിക്കട്ടെ. But the Lord is in his holy temple, let all the earth keep silence before him. the Lord is in his holy temple and let all the earth keep silence before him. യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, സർവ്വഭൂമിയും അവന്റെ സന്നിധിയിൽ മൗനമായിരിക്കട്ടെ. It means there are times when we have to shut our mouths before the great God. അതായത് ദൈവത്തിന്റെ മുമ്പാകെ നാം നമ്മുടെ വായ അടച്ചിരിക്കേണ്ട സമയങ്ങളുണ്ട്. When we know who is in this place, ഈ സ്ഥലത്ത് ആരാണുള്ളതെന്ന് നാം അറിയുമ്പോൾ, when we know how holy is this place, ഈ സ്ഥലം എത്ര വിശുദ്ധമെന്ന് നാം അറിയുമ്പോൾ, when we realize that this is not just a shed but this is the temple of God because God is in his holy temple. ഇത് വെറും ഒരു കൂടാരം മാത്രമല്ല, ഇത് ദൈവത്തിന്റെ കൂടാരമാണെന്നും ദൈവം അവന്റെ ഈ വിശുദ്ധ ആലയത്തിലുണ്ട് എന്നും നാം അറിയുമ്പോൾ, The Bible says keep silence, God is in his temple. വേദപുസ്തകം പറയുകയാണ് മൗനമായിരിക്കണം, ദൈവം ഈ സ്ഥലത്തുണ്ട്. Even when I preach, I can't preach what I like just because I'm given a microphone and a podium. It doesn't mean I can talk what I like. ഒരു മൈക്കും ഒരു സ്റ്റേജും തന്നതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും സംസാരിക്കാൻ വിളിച്ചു പറയാമെന്ന് ഞാൻ കരുതുന്നില്ല. The Lord is in his holy temple. I also must keep silence and speak only when he asks me to speak and what he asks me to speak. ദൈവം തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, ഞാനും മൗനമായിരുന്ന് ദൈവം സംസാരിക്കുവാൻ തരുന്നതും ദൈവം സംസാരിക്കുവാൻ ആവശ്യപ്പെടുന്നതും മാത്രമേ പറയാവൂ. To make ourselves conscious of the fact that God is in his holy temple right here in this place. ഈ സ്ഥലത്ത് ഇവിടെ നമ്മുടെ മധ്യേ ദൈവമുണ്ട് എന്നുള്ള വാസ്തവം നാം മനസ്സിലാക്കേണ്ടതിന് 1 minute, let us practice this silence now before him. ഒരു മിനിറ്റ് മൗനമായിരിക്കുന്ന അനുഭവം, ദൈവം മുമ്പാകെ മൗനമായിരിക്കുന്ന അനുഭവം നമുക്കൊന്ന് പരിശീലിക്കാം. Shall we close our eyes? നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. We have spoken so many things. നാം പല കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നു. Like jawbones, like knuckle bones, like wishbones. We have spoken so many things we should not. താടി എല്ലുകളെ പോലെ, കൈവിരലുടെ എല്ലുകളെ പോലെ, ആഗ്രഹിക്കുന്ന എല്ലുകളെ പോലെ നാം സംസാരിക്കുവാൻ പാടില്ലാത്ത പലതും നമ്മൾ സംസാരിച്ചു പോയി. We have crossed our boundaries and spoken things that our tongue ought not to speak. നമ്മുടെ നാവ് സംസാരിക്കുവാൻ പാടില്ലാത്തത് നാം അതിർ കടന്ന് നാം സംസാരിച്ചു പോയി. But let's realize who is in his holy temple. എന്നാൽ ആരാണ് അവന്റെ വിശുദ്ധ മന്ദിരത്തിലുള്ളത് എന്ന് നാം മനസ്സിലാക്കാം. The Almighty God, സർവശക്തനായ ദൈവം, the Creator God, ആ സൃഷ്ടാവായ ദൈവം, the terrible and mighty God, ആ ഭയങ്കരനും ശക്തിമാനുമായ the ദൈവം, God who is a consuming fire. ദഹിപ്പിക്കുന്ന അഗ്നിയായ ദൈവം. He spake and it was done. He commanded and it stood fast. അവൻ സംസാരിച്ചത്, അവൻ പറഞ്ഞത് അത് നിവൃത്തിയായി വന്നു. If he thinks he will have 12 legions of angels at his assistance, അവൻ ആഗ്രഹിച്ചാൽ 12 ലഗ്യോനിലധികം ദൂതന്മാർ അവനെ സഹായിപ്പാൻ വരും. such a mighty God is in this temple. അത്രത്തോളം ശക്തനായ ഒരു ദൈവം അവന്റെ മന്ദിരത്തിലുണ്ട്. 1 minute, let our tongues and lips exercise silence before his majesty. അവന്റെ ആ മഹത്വത്തിന്റെ മുമ്പിൽ 1 മിനിറ്റ് നമ്മുടെ വായും നാവും മൗനമായിരിക്കാൻ അഭ്യസിക്കട്ടെ. If I open my mouth, may it be only with his permission. ഞാൻ
ഞാൻ എന്റെ വായ് തുറക്കുന്നെങ്കിൽ അത് അവന്റെ അനുവാദത്തോടു കൂടി മാത്രമാണ്. If I have spoken anything without his permission in this message, may he forgive me. ഈ ദൈവത്തിന്റെ അനുവാദം കൂടാതെ ഏതെങ്കിലും ഒരു വാക്ക് ഈ സന്ദേശത്തിൽ ഞാൻ സംസാരിച്ചെങ്കിൽ ദൈവം എന്നോട് ക്ഷമിക്കട്ടെ. And if you have spoken anything that is beyond your boundary, may God forgive you. നിങ്ങൾ അതിര് കടന്ന് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളോടും ക്ഷമിക്കട്ടെ. The Lord is in his holy temple, and may all the earth keep silence before him. യഹോവ അവന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, സർവ്വഭൂമിയും അവന്റെ സന്നിധിയിൽ മൗനമായിരിക്കട്ടെ. Let's honor God with our lips. നമ്മുടെ നാവ് കൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. Let's fear God when we speak. നാം സംസാരിക്കുമ്പോൾ ദൈവത്തെ ഭയപ്പെടാം. And otherwise, let us be silent and honor him with our silence. അല്ലെങ്കിൽ നാം ദൈവസന്നിധിയിൽ മൗനമായിരുന്ന് നമ്മുടെ മൗനത്താൽ അവനെ മാനിക്കാം. Let's not be outspoken people and then justify our outspokenness. അധിക പ്രസംഗികളായി നാം അധികം സംസാരിക്കുന്നതിനെ ന്യായീകരിക്കുന്നവരുമായി തീരരുത്. All flesh is as grass, and the glory of man is as the flower of the grass. The grass withereth, the flower fadeth, but he that doeth the will of God abideth forever. സകല ജഡവും പുല്ല് പോലെയും അതിന്റെ ഭംഗി അതിന്റെ പൂ പോലെ മാത്രമേ ഉള്ളൂ. പുല്ല് വാടി പൂ ഉതിർന്നു പോകുന്നു, എന്നാൽ ദൈവേഷ്ടം ചെയ്യുന്നവൻ അവൻ എന്നേക്കും നിലനിൽക്കുന്നു. That's what we are, mortal human beings. അതാണ് നാം മർത്യരായ മനുഷ്യരായ നാം ഓരോരുത്തരും. And all our words are but nothing. നമ്മുടെ വാക്കുകൾ ഒന്നുമല്ല. All our proud words are but nothing. It's self-destructive. നമ്മുടെ നിഗളത്തിന്റെ വാക്കുകൾ നമ്മെ തന്നെ നശിപ്പിക്കുന്നതല്ലാതെ മറ്റൊന്നുമല്ല. So many men grew up and became huge rulers of the world. They spoke many proud things. Some of them exalted themselves to the level of God. But where are they now? They have returned to the dust in the graves. ചില മനുഷ്യർ ജനിച്ച് വളർന്നു വലുതായി ഭൂമിയുടെ ഭരണാധികാരികളായി മാറ്റപ്പെട്ടു. അവരിൽ ചിലർ തങ്ങളെ തന്നെ ഉയർത്തി അവരെ തന്നെ ദൈവത്തോട് താരതമ്യപ്പെടുത്തി സംസാരിക്കുവാനിടയായി. എന്നാൽ ഇന്ന് അവരൊക്കെയും എവിടെയാണ്? അവർ പൊടിയിലേക്ക് മടങ്ങിപ്പോയില്ലയോ? Let God be praised. ദൈവം മഹത്വപ്പെടട്ടെ. Let man bow before his maker. മനുഷ്യൻ അവന്റെ സൃഷ്ടാവിന്റെ മുമ്പാകെ വണങ്ങട്ടെ. For he is worthy, he alone is worthy, and we are but mortal beings, unworthy to stand in holy ground. അവൻ യോഗ്യനാണ്, അവൻ മാത്രമാണ് യോഗ്യനായിരിക്കുന്നത്. നാം അവന്റെ മുമ്പാകെ നിൽക്കുവാൻ യോഗ്യതയില്ലാത്ത ആ മർത്യരായ മനുഷ്യർ മാത്രമാണ്. Another area where we have to check our hypocrisy. നമ്മുടെ കപടഭക്തി നാം ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു ഭാഗം. There are some areas where we are weak. നാം ബലഹീനരായിരിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. In those areas we will be merciful to others. ആ ഭാഗങ്ങളിൽ നാം മറ്റുള്ളവരോട് ദയ കാണിക്കുന്നവരായിരിക്കും. For example, ഉദാഹരണമായി, if somebody sleeps during the meetings, ആരെങ്കിലും കൂട്ടത്തിനിടയ്ക്ക് ഉറങ്ങുന്നെന്ന് കരുതുക. and then someone else is who also is there who sleeps in the meetings. ആ കൂട്ടത്തിൽ ഉറങ്ങുന്ന മറ്റൊരു വ്യക്തിയും കൂടിയുണ്ട്. This first sleeper will try to justify and protect the second sleeper when the second sleeper is criticized by someone else. ആരെങ്കിലും ഈ രണ്ടാമത്തെ ഉറക്കക്കാരനെ പരിഹസിക്കുമ്പോൾ അല്ലെ കുറ്റം പറയുമ്പോൾ ഈ ഒന്നാമത്തെ ഉറക്കക്കാരൻ അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് മറച്ചു വെക്കുവാനോ അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കുവാനോ ശ്രമിക്കും. See, you can't, you know how much work during the day, how much tension, how many problems will come. Physical weaknesses are there, so don't think that he should not sleep. He's tired, poor man. പാവ മനുഷ്യൻ പകൽ എന്തേരം ജോലി ചെയ്തതാണ്, എത്ര ടെൻഷനും എത്ര പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെന്ന് അറിയാമോ? നിങ്ങൾ അവനെ ഉറങ്ങുന്നതിന് നിങ്ങൾ കുറ്റം പറയരുത്, അവനൊരു പാവ മനുഷ്യനല്ലേ. So because the first sleeper knows what that weakness is, so he feels for the second sleeper. ഈ ഒന്നാമത്തെ ഉറക്കക്കാരന് തന്റെ ആ ബലഹീനത എന്താണെന്ന് അറിയാവുന്നത് കൊണ്ട് ഈ രണ്ടാമത്തെ ഉറക്കക്കാരനോട് തനിക്ക് കരുണ തോന്നുന്നു. But if the first sleeper is faithful in his tithes, എന്നാൽ ഈ ഒന്നാമത്തെ ഉറക്കക്കാരൻ കൃത്യമായിട്ട് ദശാംശം കൊടുക്കുന്ന ആളാണെങ്കിൽ, and the second sleeper doesn't pay his tithes, ഈ രണ്ടാമത്തെ ഉറക്കക്കാരൻ ദശാംശം കൊടുക്കാത്ത ആളുമാണെങ്കിൽ, there the first sleeper will be very zealous. How he should be punished. You should ask, what is that man? His curse of God will come on him. അപ്പോൾ ഈ ഒന്നാമത്തെ ഉറക്കക്കാരൻ പറയും, ആ മനുഷ്യനെ ശിക്ഷിക്കണം, അവൻ എന്താ കാണിക്കുന്ന ദൈവത്തിന്റെ കോപം അല്ല ശാപം അവന്റെ മേൽ വരും. So one area of our hypocrisy, one aspect of our hypocrisy is where we are weak, we will be very merciful to others, but where we are strong, we won't show mercy to others. നമ്മുടെ കപടഭക്തിയുടെ ഒരു അനുഭവം എന്നുള്ളത്, നാം ബലഹീനമായിരിക്കുന്ന ഭാഗങ്ങളിൽ മറ്റുള്ളവരോട് നാം കരുണ കാണിക്കും. എന്നാൽ നമുക്ക് ബലമുണ്ടായെന്ന് നമുക്ക് തോന്നുന്ന ഭാഗങ്ങളിൽ മറ്റുള്ളവരോട് ഒരു കരുണയും കാണിക്കുകയില്ല. Read Romans chapter 15 and verse 1. റോമാലേഖനം 15-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം.
We then that are strong ought to bear the infirmities of the weak and not to please ourselves. എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. So the Christian spirit is the strong ones going to help the weak ones. ക്രിസ്തീയ ആത്മാവ് എന്ന് പറയുന്നത് ബലമുള്ളവർ ബലഹീനരെ സഹായിക്കുവാൻ പോകുന്നതാണ്. But our hypocrisy won't allow that. If we are weak, we will help those people in that weakness. If we are strong, we will stab those who are weak in that area. നമ്മുടെ കപടഭക്തി നമ്മെ കൊണ്ട് ചെയ്യിക്കുന്നത്, നാം ബലഹീനരാണെങ്കിൽ ബലഹീനരായിരിക്കുന്നവരോട് നാം കരുണ കാണിക്കുന്നത്, നാം ബലമുള്ളവരാണെങ്കിൽ അവർ മറ്റുള്ളവരുടെ ബലഹീനതകൾ നാം അവരെ അടിച്ചൊതുക്കുന്നവരായിരിക്കും. In that area where we are strong, there we will stab others. നമുക്ക് ബലമുള്ള ആ ഭാഗത്ത് ആ വിഷയത്തിൽ മറ്റുള്ളവരെ നാം അടിക്കുന്നവരും ഉപദ്രവിക്കുന്നവരുമായിരിക്കും. That's self-righteousness. അതാണ് സ്വയം നീതീകരണം. That's Old Testament. അത് പഴയ നിയമമാണ്. But in the New Testament, we who have the Spirit of Christ, even when we are strong, we will bear the infirmities of the weak. എന്നാൽ പുതിയ നിയമത്തിൽ നാം ക്രിസ്തുവിന്റെ ആത്മാവുള്ളവരാകുന്നുവെങ്കിൽ നാം ബലമുള്ളവരായിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ ബലഹീനതകളെ താങ്ങണം. You look at Jesus. നിങ്ങൾ യേശുവിനെ നോക്കുക. He had no kind of spiritual weakness. He was perfect. തനിക്ക് ആത്മീയമായി യാതൊരു ബലഹീനതയുമില്ല, താൻ പരിപൂർണനായിരുന്നു. But when he dealt with sinners, he was merciful. എന്നാൽ താൻ പാപികളോടുകൂടെ ജീവിച്ചപ്പോൾ താൻ കരുണയുള്ളവനായിരുന്നു. We Christians, we children of God badly need that spirit. ക്രിസ്ത്യാനികളായ അല്ലെങ്കിൽ ക്രിസ്തീയ ദൈവമക്കളാകുന്ന നമുക്കെല്ലാവർക്കും ആ ഒരു ആത്മാവ് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നു. Once a scientist was watching a phenomenon in the body of a bat. ഒരിക്കൽ ഒരു ശാസ്ത്രജ്ഞൻ ഒരു വവ്വാലിന്റെ ശരീരത്തിലുള്ള ഒരു സിദ്ധാന്തം, ഒരു പ്രത്യേകത താൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. He spread the wings of the bat and nailed it. താൻ ആ വവ്വാലിന്റെ ചിറകുകൾ വിരിച്ചിട്ട് അതിൽ ആണി അടിച്ചു വെച്ചു. He took a microscope and he was watching the wings of a bat. താൻ ഒരു മൈക്രോസ്കോപ്പ് എടുത്തിട്ട് ഈ വവ്വാലിന്റെ ചിറക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. He was looking at the blood vessels and he could see the WBCs flowing across with the blood stream. താൻ രക്തക്കുഴലുകളെ ശ്രദ്ധിച്ചപ്പോൾ അതില് വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെ വെളുത്ത രക്താണുക്കൾ അതിലൂടെ ഒഴുകി വരുന്നത്, രക്തത്തിൽ ഒഴുകി വരുന്നത് താൻ കണ്ടു. In the various vessels they are just flowing with the blood. രക്തത്തോടു കൂടെ പല രക്തക്കുഴലുകളിൽ കൂടി അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. Then this scientist did one thing. അപ്പോൾ ആ ശാസ്ത്രജ്ഞൻ ഒരു കാര്യം ചെയ്തു. He took an infected needle. താൻ രോഗാണുബാധിതമായ ഒരു സൂചി എടുത്തു, which had germs in its tip. അതിന്റെ അറ്റത്ത് രോഗാണുക്കൾ ഉണ്ടായിരുന്നു. And he pierced one of the blood vessels of the bat. വവ്വാലിന്റെ ഒരു രക്തക്കുഴലിൽ താൻ അത് കുത്തിക്കയറ്റി. And some of those germs went into the bloodstream. രോഗാണുക്കൾ ചിലത് രക്തക്കുഴലിലേക്ക് കടന്നു. When he was watching, a miracle happened. താൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു. All those thousands of WBCs were traveling in different thousands of blood vessels with the bloodstream. ആ രക്തക്കുഴലുകളിൽ കൂടി പല ദിശകളിൽ ആയിരക്കണക്കിന് വെളുത്ത രക്താണുക്കൾ അത് സഞ്ചരിച്ചു കൊണ്ടിരുന്നു. But when these new germs entered into the bloodstream, എന്നാൽ ഈ രക്തക്കുഴലിലേക്ക് ഒരു പുതിയ രോഗാണു പ്രവേശിച്ചപ്പോൾ suddenly all the WBCs stopped. പെട്ടെന്ന് ഈ എല്ലാ WBCയിലെ വെളുത്ത രക്താണുക്കൾ അത് നിന്നു. And they all started taking roots along the blood vessels to that area where these intruders, these thieves had entered into the blood. ഈ അതിക്രമക്കാർ അല്ല അതിക്രമിച്ച് കയറിയവർ എവിടേക്കാണോ പ്രവേശിച്ചിരിക്കുന്നത് അവയെല്ലാം കൂടി പല രക്തക്കുഴലിൽ കൂടി അങ്ങോട്ട് ഓടി വരുവാൻ തുടങ്ങി. The scientist was astonished. How did they know that a stranger has entered into the blood from so far away? എന്നാൽ ഈ ശാസ്ത്രജ്ഞൻ അത്ഭുതപ്പെട്ടു പോയി. എങ്ങനെയാണ് ഒരു അപരിചിതൻ ഈ രക്തത്തിലേക്ക് കടന്നുവെന്ന് ഇവ ഇത്രയും ദൂരത്തിരുന്ന് അറിഞ്ഞത്? No sound, ഒരു ശബ്ദവുമില്ല, no connection, തമ്മിൽ അത് കണക്ഷൻ ഒന്നുമില്ല. From far away from some other blood vessel, this WBC starts racing through these blood vessels to reach that germ and attack it. വളരെ ദൂരത്തുള്ള രക്തക്കുഴലിൽ നിന്ന് പോലും ഈ വെളുത്ത രക്താണുക്കളെല്ലാം കൂടെ ചേർന്ന് പല രക്തക്കുഴലുകളും ഓടി വന്ന് ഈ രോഗാണുവിന്റെ അടുക്കൽ വന്ന് അതിനെ ആക്രമിക്കുവാൻ തുടങ്ങി. And as he was watching, താൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ the first WBCs which reached
reached those germs, ഈ ആ രോഗാണുവിന്റെ അടുക്കലെത്തിയ ആദ്യത്തെ ആ വെളുത്ത രക്താണുക്കൾ wrapped themselves around those germs. ആ രോഗാണുവിന് ചുറ്റും അതിനെ ചുറ്റിപ്പിടിച്ചിട്ട്, And in the WBC is an explosive material. ആ വെളുത്ത രക്താണുവിന്റെ ഉള്ളില് പൊട്ടിത്തെറിക്കുന്ന അല്ലെ സ്ഫോടനജനകമായ ഒരു വസ്തുവുണ്ട്. And when it surrounds that germ, that explosive explodes, killing the germ. അതിനെ ചുറ്റിപ്പിടിച്ച് ആ രക്താണുവിനെ ചുറ്റിപ്പിടിച്ചിട്ട് അത് പൊട്ടിത്തെറിക്കുന്നു. ഉടനെ രോഗാണു മരിക്കുന്നു. And sometimes the WBC also dies. ചിലപ്പോൾ ആ വെളുത്ത രക്താണു മരിക്കുന്നു. Then he realized how in animals and in the human body God has kept suicide squads, the WBCs, which sacrifice themselves by chasing intruders and exploding. അപ്പോൾ തനിക്ക് എങ്ങനെയാണ് ദൈവം മനുഷ്യരിലും മൃഗങ്ങളിലും ആത്മഹത്യാ സ്ക്വാഡുകളെ വെച്ചിരിക്കുന്നത്? അത് ഏതെങ്കിലും ഒരു അപരിചിതർ അല്ലെങ്കിൽ രോഗാണു കടന്നു വരുമ്പോൾ ഇവ ചെന്ന് അത് പൊട്ടിത്തെറിച്ച് മരിച്ചിട്ട് അതിനെ ഇല്ലാതെയാക്കുന്നത് എങ്ങനെയാണ് എന്ന് തനിക്ക് മനസ്സിലായി. Just like the WBCs sacrifice themselves to preserve the whole body from infection by germs. ആ രോഗാണു നിമിത്തമുള്ള അണുബാധയിൽ നിന്ന് ശരീരത്തെ മുഴുവൻ സൂക്ഷിക്കേണ്ടതിന് ഈ വെളുത്ത രക്താണുക്കൾ തങ്ങളെ തന്നെ സ്വയം ത്യജിച്ചില്ലാതെയാകുന്നത് പോലെ, Are we not called the body of Christ? നാം ക്രിസ്തുവിന്റെ ശരീരം എന്നല്ലയോ വിളിക്കപ്പെടുന്നത്? We have to lay down our lives for the brethren for the cause of the protection of the body. നാം ഈ ശരീരത്തിന്റെ സൂക്ഷിപ്പിന് വേണ്ടി, സഹോദരന്മാർക്ക് വേണ്ടി നമ്മുടെ ജീവനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. And the scientist made a comment like this. ആ ശാസ്ത്രജ്ഞൻ ഇപ്രകാരം ഒരു കമന്റ് എഴുതി: When the germs entered the bloodstream, ആ രോഗാണു രക്തത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ all these WBCs were all converging, some of them through the walls, taking shortcut routes towards the intrusion. ഈ അതിക്രമിച്ച് കയറിയ ആ രോഗാണുവിന്റെ നേരെ ഈ വെളുത്ത രക്താണുക്കളെല്ലാം അത് പാഞ്ഞു വന്നത്. ചിലത് കോശങ്ങളുടെ ഭിത്തി തുളച്ച് അതിൽ കൂടി പോലും ഇതിന്റെ നേരെ പാഞ്ഞു വരികയുണ്ടായി. Some WBCs continued to go in their own direction without being interested in the intruders. ആ സമയത്ത് തന്നെ മറ്റു ചില WBC അത് ഈ സംഭവിക്കുന്നത് ഒന്നും ശ്രദ്ധിക്കാതെ അവരുടെ വഴിയിൽ തന്നെ പോയി. And the scientist said, it is these WBCs that continued to stray in their own direction when danger was somewhere else in the body. Those WBCs later on become cancer cells in the body. ഇപ്രകാരം ഒരു രോഗാണു വന്നപ്പോൾ അതിനെ ശ്രദ്ധിക്കാതെ തങ്ങളുടെ സ്വന്തം വഴിക്ക് പോയ ആ WBC അല്ലെ വെളുത്ത രക്താണുക്കളാണ് പിന്നീട് ക്യാൻസർ രോഗാണുക്കളായി മാറിയത്. So we have to realize what our state is like. അതുകൊണ്ട് നമ്മുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. We need that spirit of Christ. See, Jesus, he didn't play safe saying, Father, it's a risk for me to go down, so let me stay up here. They committed wrong, let them go to hell. He didn't say that. He took the risk of coming down and being with us. നമുക്ക് ക്രിസ്തുവിന്റെ ആത്മാവ് ഉണ്ടായിരിക്കണം. യേശു ഒരു സുരക്ഷിതമായ ഒരു കളിയല്ല കളിച്ചത്. കർത്താവേ, അവരാണല്ലോ പാപം ചെയ്തത്, അതുകൊണ്ട് അവര് സഹിക്കട്ടെ, അല്ലെങ്കിൽ അവര് പോട്ടെ, ഞാൻ താഴേക്ക് പോകുന്ന ഭയങ്കര അപകടകരമാണ് എന്നൊന്നും പറഞ്ഞു നിൽക്കാതെ യേശു അവനെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് താൻ കടന്നു വരുവാൻ ഇടയായി. So when we see weak people, we should not be critical of them. The Spirit of Christ is to intercede for them, to pray for them. നാം ബലഹീനരായ മനുഷ്യരെ കാണുമ്പോൾ അവരെ പരിഹസിക്കുന്നതിന് അല്ലെങ്കിൽ അവരെ കുറ്റം പറയുന്നതിന് പകരമായി നാം ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മിൽ ഉള്ളവരായി അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവരായി കാണപ്പെടണം. In helping the weak, in bearing the infirmities of the weak, there is a part where we have to correct others. നാം മറ്റുള്ളവരുടെ അകൃത്യം അല്ലെ അവരുടെ ബലഹീനത വഹിച്ചുകൊണ്ട് അവരെ സഹായിക്കുന്ന വിഷയത്തിൽ നാം അവരെ തിരുത്തേണ്ട ഒരു ഭാഗവുമുണ്ട്. But there is a way to do it. എന്നാൽ അത് ചെയ്യേണ്ട ഒരു വഴിയുണ്ട്. Read Galatians chapter 6 and verse 1. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മികരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. Brethren, if a man be overtaken in a fault, ye which are spiritual, restore such as one in the spirit of meekness, considering thyself, lest thou also be tempted. Praise the Lord. ദൈവത്തിന് സ്തോത്രം. So this verse says we have to do that work of restoring others.
when a spiritual person should restore a person, another person who is weak. ആത്മീകനായ ഒരു മനുഷ്യൻ ബലഹീനനായ ഒരു മനുഷ്യനെ യഥാസ്ഥാനപ്പെടുത്തണമെന്ന് നാം ഇവിടെ കാണുന്നുണ്ട്. But there is a way to do it. എന്നാൽ അത് ചെയ്യേണ്ട ഒരു വഴിയുണ്ട്. There is a spirit that we should have when we do it. നാം അത് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ആത്മാവുണ്ട്. That's called the spirit of meekness. അതാണ് സൗമ്യതയുടെ ആത്മാവ്. If we don't correct others with that spirit of meekness, നാം സൗമ്യതയുടെ ആത്മാവിൽ മറ്റുള്ളവരെ തിരുത്തുന്നില്ല എങ്കിൽ we will get attacked by that weakness. ആ ബലഹീനത നമ്മെ ആക്രമിക്കുവാനിടയാകും. Now, when one day, ഒരു ദിവസം when I was a servant of God, ഞാനൊരു ശുശ്രൂഷകനായിരിക്കുമ്പോൾ I was translating. ഞാൻ തർജ്ജമ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. And the preacher said some wrong thing. പ്രസംഗിക്കുന്ന ആൾ ഒരു തെറ്റായ കാര്യം പറഞ്ഞു. So I interpreted, but I smiled. ഞാനത് ഏറ്റു പറഞ്ഞല്ല, തർജ്ജമ ചെയ്തെങ്കിൽ തന്നെ ഞാൻ അപ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു. Then after the meeting was over, ആ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം a believer came to me ഒരു വിശ്വാസി എന്റെ അടുക്കൽ വന്നു. and he said, "Brother, I want to tell you something. സഹോദര, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നു. But please, you should not mistake me. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുതേ. Please don't think that I'm criticizing you. ഞാൻ നിങ്ങളെ കുറ്റം പറയുകയാണെന്ന് നിങ്ങൾ കരുതരുത്. Please forgive me if I'm wrong. ഞാൻ തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. Shall I tell you?" ഞാനത് പറഞ്ഞോട്ടെ? I said, "Please tell me, brother." ഞാൻ പറഞ്ഞു, ദയവേത് സഹോദര പറഞ്ഞാട്ടെ. Brother, that time when that pastor said that statement, you smiled, isn't it? Don't do that, brother, because everyone is watching. പാസ്റ്റർ ഒരു കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ പുഞ്ചിരിച്ചില്ലേ? നിങ്ങൾ അത് ചെയ്യരുത്, കാരണം എല്ലാവരും നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. Immediately that serpent inside me came up. പെട്ടെന്ന് എന്റെ ഉള്ളിൽ ആ മഹാസർപ്പം അവൻ എഴുന്നേൽക്കാൻ തുടങ്ങി. He is a believer. How dare he says that to me? താനൊരു വിശ്വാസിയാണ്, എന്നോട് ഒന്ന് പറയാൻ ഇത്ര ധൈര്യമുണ്ടോ തനിക്ക്? Outside I smiled, okay brother, but inside I was boiling. ഞാൻ പുറമെ പുഞ്ചിരിച്ച ശരി സഹോദര എന്ന് പറഞ്ഞെങ്കിൽ എന്റെ ഉള്ളിൽ തിളച്ചു മറിയുകയായിരുന്നു. That's the hypocrisy, isn't it? അതാണ് കപടഭക്തി, അല്ലേ? So that's not light, that's darkness. അത് വെളിച്ചമല്ല, അത് ഇരുട്ടാണ്. But later on, എന്നാൽ പിന്നീട് when all that anger and self and ego and pride subsided and sat down once again, എന്നാൽ ആ കോപവും നിഗളവും ഉന്നത ഭാഗവും എല്ലാം അതൊരിക്കൽ കൂടി താഴേക്ക് താന്നു വന്നപ്പോൾ, and I started thinking about what he said. താൻ പറഞ്ഞതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ What he said was 100% right. താൻ പറഞ്ഞത് 100% ശരിയായിരുന്നു. And look at the way he said it. That's the spirit of meekness. താൻ പറഞ്ഞ ആ വിധമൊന്ന് നോക്ക്, അതാണ് സൗമ്യതയുടെ ആത്മാവ്. He knew, I'm going to tell a servant of God there's a way to say it, and he said it very humbly. ഞാനൊരു കർത്തൃ ശുശ്രൂഷകനോടാണ് പറയാൻ പോകുന്നത്, അതിനൊരു വഴിയുണ്ട് എന്ന് പറഞ്ഞ് താൻ ആ വിധത്തിലാണ് താൻ പറഞ്ഞത്. And but because he said it that way, when I sat down and started to think, I knew what he said was right. താൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നീട് ഇരുന്ന് ചിന്തിച്ചപ്പോൾ താൻ പറഞ്ഞത് ശരിയാണ് എന്ന് എനിക്ക് മനസ്സിലായി. So that's the way we should correct others. അങ്ങനെയാണ് നാം മറ്റുള്ളവരെ തിരുത്തേണ്ടത്. I know another example. മറ്റൊരു ഉദാഹരണം ഞാൻ പറയട്ടെ. When I was a young boy, ഞാനൊരു ചെറിയ ആൺകുട്ടിയായിരിക്കുമ്പോൾ in the church where I was, ഞാൻ ആയിരുന്ന സഭയിൽ there was a brother who used to sleep in every meeting. എല്ലാ കൂട്ടത്തിലും ഉറങ്ങുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. He would try everything not to sleep, but he'll sleep. ഉറങ്ങാതിരിക്കാൻ താൻ കഴിയുന്നതെല്ലാം ശ്രമിക്കും, പക്ഷെ ഉറങ്ങിപ്പോകും. He doesn't need 5 minutes. He will 2 minutes. He will come and sit and say, "Praise the Lord, praise the Lord." 2 minutes he will start sleeping. 5 മിനിറ്റ് പോലും തനിക്ക് വേണ്ട, വന്നിരുന്ന് പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് എന്ന് പറയും. 2 മിനിറ്റ് കൊണ്ട് താൻ He ഉറങ്ങും. will come running to all the meetings. താൻ എല്ലാ കൂട്ടത്തിനും ഓടി വരും. Every time he gets some free time, he will come for night prayers, day prayers. Anytime he has some space, he will come. തനിക്ക് എപ്പോഴെങ്കിലും ഒരു ഒഴിവു സമയം ലഭിച്ചാൽ, രാത്രി പ്രാർത്ഥനയോ പകൽ പ്രാർത്ഥനയോ എപ്പോൾ സമയം ലഭിച്ചാലും താൻ ഓടി വരും. And to prevent himself from sleeping, he will stand on his knees and hold the Bible and say, "Praise the Lord and praise the Lord." In 2 minutes the Bible will fall off. താൻ ഉറങ്ങുന്നത് ഒഴിവാക്കാൻ വേണ്ടി മുഴങ്കാലിൽ നിന്നുകൊണ്ട് ബൈബിൾ കയ്യിൽ എടുത്തു പിടിച്ചുകൊണ്ട് സ്തോത്രം സ്തോത്രം എന്ന് പറയും. 2 മിനിറ്റിനുള്ളിൽ ബൈബിൾ താഴെ പോകും. One day, one believer, he saw this, kept watching this, he couldn't bear it. ഒരു ദിവസം മറ്റൊരു വിശ്വാസി ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, തനിക്ക് സഹിക്കാൻ പറ്റിയില്ല. He took the brother and shook him and said, "Enough, brother, how long are you doing this? Stop sleeping." താന് മറ്റേ സഹോദരനെ പിടിച്ച് കുലുക്കിയിട്ട് പറഞ്ഞു, "മതി സഹോദര, എത്ര നേരമായിട്ട് ഉറങ്ങുന്നു, മതി ഉറങ്ങിയതെന്ന് പറഞ്ഞു." From the next day, that brother started sleeping.
പിറ്റേ ദിവസം തൊട്ട് ഈ സഹോദരൻ ഉറങ്ങാൻ തുടങ്ങി. This is what I watched with my eyes. ഇത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. After that day, for many years, till I left that Faith Home and joined the ministry, that brother was sleeping in all the meetings. ആ ദിവസത്തിന് ശേഷം എല്ലാ ദിവസവും അനേക വർഷങ്ങളോളം ഞാൻ അവിടെ നിന്ന് പോന്ന സുവിശേഷ വേലയ്ക്ക് വരുന്നത് വരെയും ഈ സഹോദരൻ എല്ലാ കൂട്ടത്തിനും ഉറങ്ങുമായിരുന്നു. That's why this verse says, when you correct others, when you see others' weaknesses and you go, don't criticize them, don't show your zeal, correct with the spirit of meekness. If you don't do that, that spirit will pounce on you. അതുകൊണ്ടാണ് ഈ വാക്യത്തിൽ പറയുന്നത്, മറ്റവരാരെങ്കിലും തെറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടാൽ നിങ്ങളുടെ തീഷ്ണതയൊന്നുമല്ല അവിടെ കാണിക്കേണ്ടത്, സൗമ്യതയുടെ ആത്മാവിലാണ് നിങ്ങൾ അവരെ യഥാസ്ഥാനപ്പെടുത്തേണ്ടത്. അല്ലെങ്കിൽ അതേ തെറ്റിൽ നിങ്ങൾ അകപ്പെട്ടു പോകുവാനിടയാകും. We are all weaklings. We have so many weaknesses when we stand before the holy God. Who are we? നാം എല്ലാം ബലഹീനരാണ്. നമുക്കെല്ലാം എത്രയോ ബലഹീനതകൾ ഉണ്ട്. ആ വിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കുവാൻ നാം ആരാണ്? So when God takes us through paths where He wants to show us who we are and how our heart is, we should not murmur or blaspheme. We should humble ourselves. അതുകൊണ്ട് ദൈവം നാം ആരാണെന്ന്, നമ്മുടെ ഹൃദയം എപ്രകാരമാണുള്ളതെന്ന് നാം മനസ്സിലാക്കേണ്ടതിന് വിവിധ സാഹചര്യങ്ങളിലൂടെ നമ്മെ നടത്തുമ്പോൾ നാം പിറുപിറുക്കുകയോ ദൈവദൂഷണം പറയുകയോ ചെയ്യാതെ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുന്നവരായിരിക്കണം. And when we see a weak brother, we should see that weak brother as God sees. നാം ഒരു ബലഹീന സഹോദരനെ കാണുമ്പോൾ ദൈവം ആ സഹോദരനെ എങ്ങനെ കാണുന്നുവോ അതുപോലെ നാമും കാണണം. When you see a brother who has so many weaknesses, he may be carnal, he may be angry, short-tempered, he may not come to all the meetings, and he will think he's very spiritual, but all those things we must have a heart to uphold that person. നാം ഒരു ബലഹീന സഹോദരനെ കാണുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് കോപിക്കുന്നവനായിരിക്കാം, ചിലപ്പോൾ മീറ്റിങ്ങിന് വരാത്തവനായിരിക്കാം, മറ്റു പല തെറ്റായ സ്വഭാവങ്ങൾ ഉള്ളവനായിരിക്കാം, എന്നിട്ടും ഞാൻ ആത്മീയനെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയുമായിരിക്കാം. എങ്കിൽ തന്നെ നാം ആ വ്യക്തിയെ താങ്ങുവാനുള്ള ഒരു മനസ്സൊരുക്കം നമുക്കുണ്ടായിരിക്കണം. That's the spirit of Christ. അതാണ് ക്രിസ്തുവിന്റെ ആത്മാവ്. Now I often think like this. ഞാൻ എപ്പോഴും ഇപ്രകാരം ചിന്തിക്കാറുണ്ട്, why does God allow such people to be in the church? എന്തുകൊണ്ടാണ് ദൈവം അപ്രകാരമുള്ള മനുഷ്യരും സഭയിലായിരിക്കുവാൻ അനുവദിക്കുന്നത്? God calls such people, makes them take baptism, saves them, anoints them, brings them to the church. Why? ദൈവം അവരെ വിളിച്ച് രക്ഷിച്ച് സ്നാനപ്പെടുത്തി അഭിഷേകം ചെയ്ത് സഭയിലേക്ക് കൊണ്ടുവരുന്നു. എന്തുകൊണ്ട്? So when God respects that person and honors that person and brings the person to church despite his weaknesses, I should look at him as a person that God honors. ആ വ്യക്തികളുടെ ബലഹീനതകളെക്കാൾ ഉപരിയായി ദൈവം തന്നെ മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത് ദൈവസഭയിലേക്ക് തന്നെ കൊണ്ടുവരുമ്പോൾ ഞാനും ആ മനുഷ്യനെ മാനിച്ചേ മതിയാകൂ. If you turn to Matthew chapter 25, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ we see the judgment, the white throne judgment taking place. നാം അവിടെ വെള്ള സിംഹാസന ന്യായവിധി നടക്കുന്നത് കാണുന്നു. And there God looks at a group of people അവിടെ ഒരു കൂട്ടം മനുഷ്യരെ ദൈവം നോക്കുകയാണ്. and says, come in thou blessed of the Lord. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. Because when I was hungry, you fed me. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നു. When I was sick, you visited me. ഞാൻ രോഗിയായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ സന്ദർശിച്ചു. When I was naked, you clothed me. ഞാൻ നഗ്നനായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. And these people are surprised when God says all this. When did we do this to you, Lord? എന്നാൽ യേശു ഇത് പറയുമ്പോൾ ഇവർ അത്ഭുതപ്പെടുകയാണ്. കർത്താവേ, ഞങ്ങൾ ഇത് എപ്പോഴാണ് നിനക്ക് ചെയ്തു തന്നത്? What is the answer? എന്താണ് ഉത്തരം? Read verse 40, Matthew chapter 25 and verse 40. മത്തായിയുടെ സുവിശേഷം 25-40 വാക്യം വായിക്കാം. രാജാവ് അവരോട്, എന്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നുവെന്ന് അരുളി ചെയ്തു. And the king shall answer and say unto them, verily I say unto you, inasmuch as ye have done it unto one of the least of these my brethren, ye have done it unto me. See, Jesus is saying, he's not saying you did it to my brethren. He said, when you did something to the least of my brethren, you did it to me. യേശു ഇത് നിങ്ങൾ എന്റെ സഹോദരന് ചെയ്തപ്പോൾ എന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഈ ചെറിയ സഹോദരന്മാരിൽ ഒരുത്തിന് ചെയ്തപ്പോൾ അത് എനിക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. Who is that least brethren? ഈ ഏറ്റവും ചെറിയ സഹോദരൻ ആരാണ്? That brother who's 4.5 feet tall, is it? 4.5 അടി മാത്രം പൊക്കമുള്ള സഹോദരനാണോ? Or is it that 5-year-old boy who's studying in a baby class in Sunday school? സൺഡേ സ്കൂളിലെ കുട്ടികളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന 5 വയസ്സുള്ള ആ കുട്ടിയാണോ? Who is the least brethren? ആരാണ് ഏറ്റവും
ഏറ്റവും ചെറിയ സഹോദരൻ, whom we think is the least, that person, is no use coming to church, no use talking to him. നമ്മളെ ഏറ്റവും ചെറുതല്ലേ കൊള്ളരാത്തെന്ന് പറഞ്ഞ് കരുതുന്ന സഹോദരന്മാരില്ലേ, പുള്ളി എന്തിനാണ് ഇവിടെ വന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് ചിന്തിക്കുന്ന സഹോദരൻ. No point preaching to him or teaching to him also, he is going to be like that only. തന്നോട് എന്ത് പറഞ്ഞിട്ടും പ്രസംഗിച്ചിട്ടും ഒന്നും ഒരു കാര്യമില്ല എന്നും ഇങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ. That's the least brethren. അതാണ് ഏറ്റവും ചെറിയ സഹോദരൻ. When a stranger does something to that least brethren, God honors that in eternity. എന്നാൽ ആ ഏറ്റവും ചെറിയ സഹോദരൻ, ഒരു അപരിചിതൻ ഒരു കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ നിത്യതയിൽ ദൈവം അതിനെ മാനിക്കുകയാണ്. So brother, sister, it's very easy to criticize, but we need a Christian heart, a Christ-like heart to go out and reach out to those weak people and help them. പ്രിയമുള്ളവരെ, കുറ്റം പറയുവാൻ വളരെ എളുപ്പമാണ്. എന്നാൽ ഇങ്ങനെയുള്ള മനുഷ്യരുടെ അടുക്കലേക്ക് ചെന്ന് അവരെ സഹായിക്കുവാൻ നമുക്ക് ക്രിസ്തുവിന്റെ ഹൃദയ മനസ്സ് ആവശ്യമായിരിക്കുന്നു. Shall we close our eyes? നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. Let's check our hypocrisy. നമ്മുടെ കപടഭക്തി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. We are going to New Jerusalem. നാം എല്ലാം പുതിയ യെരൂശലേമിലേക്ക് പോകുന്നവരാണ്. A crystal clear city. ഒരു സ്ഫടിക തുല്യമായ നഗരം. And you can see right into that city. നമുക്ക് ആ പട്ടണത്തിന്റെ ഉള്ളിലേക്ക് കാണുവാൻ കഴിയും. In the same way, our heart should become crystal clear. അങ്ങനെ നമ്മുടെ ഹൃദയവും സ്ഫടിക തുല്യമാകണം. Let's take away all that hypocrisy in our heart, all that acting. We cannot act before God. നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ കപടഭക്തിയും നമുക്ക് നീക്കിക്കളയാം. നമ്മുടെ അഭിനയമൊക്കെ നമുക്ക് നിർത്താം. ദൈവം മുമ്പാകെ നമുക്ക് ഒരിക്കലും അഭിനയിക്കുവാൻ കഴിയുകയില്ല. One day we have to stand and appear before the judgment seat of Christ. ഒരു ദിവസം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നാം നിൽക്കേണ്ടതാകുന്നു. That day all our acting will come to an end. അന്ന് നമ്മുടെ സകല അഭിനയവും അവസാനിക്കുവാൻ ഇടയാകും. That day the truth will be made public before all. അന്ന് സകല മനുഷ്യരുടെ മുമ്പാകെ സത്യം വെളിപ്പെടുവാൻ ഇടയാകും. That day all our nakedness will be revealed. അന്ന് നമ്മുടെ സകല നഗ്നതയും വെളിപ്പെടും. But before that, അതിനു മുമ്പ്, in this period of grace, ഈ കൃപായുഗത്തിൽ God has given time. ദൈവം നമുക്ക് സമയം തന്നിരിക്കുന്നു. Repentance is not a first standard experience in Christian life. ഈ മാനസാന്തരം എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിലെ ആദ്യത്തെ ദിവസത്തെ ഒരു അനുഭവമല്ല. It's a constant experience till our death, till our perfection. നമ്മുടെ മരണം വരെ, നമ്മുടെ പൂർണ്ണത വരെ അത് സ്ഥിരമായ ഒരു അനുഭവമാണ്. That's why God told the churches in Asia Minor, repent. അതുകൊണ്ടാണ് ഏഷ്യയിലുള്ള വിവിധ സഭകളോട് ദൈവം പറയുന്നത്, മാനസാന്തരപ്പെടുക. They were believers, they were Pentecostals, but the message of God to them was repent. അവർ മാനസാന്തരപ്പെട്ടവരായിരുന്നു, പെന്തക്കോസ്തുകാരായിരുന്നു. പക്ഷേ അവർക്ക് നൽകപ്പെട്ട ദൂത് മാനസാന്തരപ്പെടുക എന്നാണ്. So there was a time we repented of our sins. നമ്മുടെ പാപങ്ങളെ കുറിച്ച് നാം മാനസാന്തരപ്പെട്ടതായ ഒരു സമയമുണ്ട്. But we have to continue to repent as the children of God, as believers, as Pentecostals. നാം ദൈവമക്കൾ എന്ന വിധത്തിൽ, പെന്തക്കോസ്തുകാർ എന്ന വിധത്തിൽ നാം മാനസാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കണം. Repent, for the kingdom of heaven is at hand. സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവേൻ. Repent, for the second coming of the Lord is at hand. കർത്താവിന്റെ രണ്ടാമത്തെ വരവ് അത് ഏറ്റവും സമീപമായിരിക്കയാൽ മാനസാന്തരപ്പെടുവേൻ. We who are called to go to the New Jerusalem, let us repent. സ്വർഗീയ യെരൂശലേമിലേക്ക്, പുതിയ യെരൂശലേമിലേക്ക് പോകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നാം ഒരിക്കൽ കൂടി മാനസാന്തരപ്പെടാം. How many will honestly and humbly say at this time, yes, I am a hypocrite? ഈ സമയത്ത് തങ്ങളെ തന്നെ താഴ്ത്തിക്കൊണ്ട് സത്യസന്ധമായി എത്ര പേർക്ക് പറയുവാൻ കഴിയും, ഞാൻ ഒരു കപടഭക്തിക്കാരനാണ്? Outside I do a lot of acting, inside I am somebody else. പുറമെ ഞാൻ പല അഭിനയങ്ങളൊക്കെ കാഴ്ചവെക്കുന്നുണ്ട്, ഉള്ളിൽ ഞാൻ മറ്റൊരു മനുഷ്യനാണ്. Those who would like to make that confession in the presence of God, lift up your right hand. ദൈവസന്നിധിയിൽ ആ ഏറ്റുപറച്ചിൽ നടത്തുവാൻ ആഗ്രഹിക്കുന്നവർ തങ്ങളുടെ വലങ്കരം ഉയർത്തിയാട്ടെ. God's mercy is going to be revealed to us. ദൈവത്തിന്റെ ദയ നമ്മുടെ മധ്യേ വെളിപ്പെടുവാൻ പോകുന്നു. You know what you are hiding. നിങ്ങൾ എന്താണ് മറച്ചു വെക്കുന്നത് നിങ്ങൾക്കറിയാം. But because you lifted up your hand, എന്നാൽ നിങ്ങളുടെ കരം നിങ്ങൾ ഉയർത്തിയത് കൊണ്ട്, because you humbled yourself and acknowledged your hypocrisy, നിങ്ങളെ തന്നെ താഴ്ത്തി നിങ്ങളുടെ കപടഭക്തി നിങ്ങൾ സമ്മതിച്ചത് കൊണ്ട്, the Holy Spirit is now going to remove that darkness from our hearts. പരിശുദ്ധാത്മാവ് ഇപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ ഇരുട്ട് നീക്കുവാൻ പോകുന്നു. You are
are going to become a partaker of the inheritance of the saints in light. നിങ്ങൾ വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിന്റെ യോഗ്യന്മാരായി തീരുവാൻ പോകുന്നു. The Holy Spirit is going to sanctify you and make you a citizen of New Jerusalem. പരിശുദ്ധാത്മാവ് നിങ്ങളെ വിശുദ്ധീകരിച്ച് പുതിയ യെരൂശലേം എന്നുള്ള നഗരത്തിന്റെ പൗരന്മാരാക്കി നിങ്ങളെ മാറ്റുവാൻ പോകുന്നു. Those who lifted up your hands now, ഇപ്പോൾ തങ്ങളുടെ കരം ഉയർത്തിയവർ, the Holy Spirit is going to move in your midst. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മധ്യേ പരിവർത്തിക്കുവാൻ പോകുന്നു. The Holy Spirit is a sanctifying fire. പരിശുദ്ധാത്മാവ് അത് വിശുദ്ധീകരിക്കുന്ന അഗ്നിയാകുന്നു. He is going to take away that darkness that is preventing you from becoming transparent. നിങ്ങൾ സ്ഫടികതുല്യമായി മാറുന്നതിൽ നിന്നും നിങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഇരുട്ടിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റുവാൻ പോകുന്നു. You are going to be sanctified and made a saint who dwells in the light. നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ട വെളിച്ചത്തിൽ വസിക്കുന്ന ഒരു വിശുദ്ധനായി ദൈവം നിങ്ങളെ മാറ്റുവാൻ പോകുന്നു. Jesus said, behold, the prince of the world cometh and he has nothing in me. യേശു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പ്രഭു വരുന്നു, എന്നാൽ അവന് എന്നിൽ ഒരു കാര്യവുമില്ല. When the Holy Spirit moves upon you and sanctifies you, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ പരിവർത്തിച്ച് നിങ്ങളെ വിശുദ്ധീകരിക്കുമ്പോൾ you will also say, behold, the prince of the world cometh and he has nothing in me. നിങ്ങളും പറയുവാനിടയാകും, ലോകത്തിന്റെ പ്രഭു ഇതാ വരുന്നു, എങ്കിലും അവന് എന്നിൽ ഒരു കാര്യവുമില്ല. Now you're getting that anointing. ഇപ്പോൾ നിങ്ങൾക്ക് ആ അഭിഷേകം വന്നുകൊണ്ടിരിക്കുകയാണ്. Now that Holy Spirit is doing that work. ഇപ്പോൾ പരിശുദ്ധാത്മാവ് പ്രവൃത്തി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. Let the Holy Spirit enter into your spirit. ഇപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മാവിലേക്ക് പ്രവേശിക്കട്ടെ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ Let that hypocrisy leave. ആ കപടഭക്തി നിങ്ങളെ വിട്ടു പോകട്ടെ. Yes, the anointing is coming down. അതെ, അഭിഷേകം ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. The Holy Spirit is moving in our midst. അതെ, പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യേ ഉലാവിക്കൊണ്ടിരിക്കുന്നു. Not an ordinary spirit, the Holy Spirit is moving in our midst. ഒരു സാധാരണ ആത്മാവല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉലാവിക്കൊണ്ടിരിക്കുന്നു. Amen. Thank you, Jesus. Thank you, Lord. We praise you. We praise you, Lord. We praise you, Lord. We praise you. Because of that hypocrisy, ആ കപടഭക്തി നിമിത്തം the devil had a power over you. പിശാചിന് നിന്റെ മേൽ ഒരു അധികാരമുണ്ടായിരുന്നു. Certain sicknesses were ruling your body. ചില പാപങ്ങൾ, ചില രോഗങ്ങൾ നിന്റെ ശരീരത്തെ ഭരിച്ചുകൊണ്ടിരുന്നു. Certain curses were ruling your family. നിന്റെ കുടുംബത്തെ ചില ശാപങ്ങൾ കീഴടക്കിക്കൊണ്ടിരുന്നു. Certain hindrances were there in your workplace. നിന്റെ ജോലി സ്ഥലത്ത് ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. Now you lifted up your hand. എന്നാൽ ഇപ്പോൾ നീ നിന്റെ കരം ഉയർത്തിയിരിക്കുന്നുവല്ലോ. Now the Holy Spirit removed that darkness. ഇപ്പോൾ പരിശുദ്ധാത്മാവ് ആ അന്ധകാരം നീക്കിക്കളയുന്നു. Now that sickness is leaving you. ഇപ്പോൾ ആ രോഗം നിന്നെ വിട്ടു പോകുന്നു. Now that curse is leaving your family. അതെ, ആ ശാപം ഇപ്പോൾ നിന്റെ കുടുംബത്തെ വിട്ടു പോകുന്നു. Now that closed door will open in your office. നിനക്ക് മുമ്പാകെ അടയ്ക്കപ്പെട്ടിരുന്ന ആ വാതിൽ നിന്റെ ഓഫീസിൽ നിനക്ക് വേണ്ടി തുറക്കുവാൻ പോകുന്നു. The anointing is moving in our midst. അഭിഷേകം നമ്മുടെ മധ്യേ പരിവർത്തിക്കുന്നു. Receive the Holy Spirit. ആ പരിശുദ്ധാത്മാവിനെ നീ പ്രാപിച്ചുകൊള്ളുക. When you walk out of this place, നീ ഈ സ്ഥലം വിട്ട് പുറത്തു പോകുമ്പോൾ you are going to go as an anointed person. നീ ഒരു അഭിഷിക്തനായി പുറപ്പെട്ടു പോകുവാൻ പോകുന്നു. Thank you, Lord. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Oh, Raya Shabakalamania today. Oh, Raya Shabakalamania today. In the midst of the sound of speaking in tongues, അന്യഭാഷയിൽ സംസാരിക്കുന്നതിന്റെ മധ്യേ I can hear the sound of the shout of deliverance in my spirit. എന്റെ ആത്മാവിൽ വിടുതലിന്റെ ആ ഘോഷം എനിക്ക് കേൾക്കുവാൻ കഴിയുന്നുണ്ട്. Some people are being delivered in this place. ഈ സ്ഥലത്ത് ചിലർ വിടുവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. Some demons are leaving this place. ഈ ചില പിശാചികൾ ഇവിടെ വിട്ടു പോകുന്നു. The Holy Spirit is ruling this place. പരിശുദ്ധാത്മാവ് ഈ സ്ഥലത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. Some demons that brought sickness in your body are leaving this place. നിന്റെ ശരീരത്തിൽ രോഗം കൊണ്ടുവന്നുകൊണ്ടിരുന്ന ചില പിശാചികൾ ഇവിടെ വിട്ടു പോകുന്നു. As you get filled in the Spirit, നീ ആത്മാ
ആത്മാവിൽ നിറയുമ്പോൾ those chains that are binding your heart are going to be loosed. ആ നിന്റെ ഹൃദയത്തെ ബന്ധിച്ചുകൊണ്ടിരുന്ന കെട്ടുകൾ അത് അഴിയുവാൻ പോകുന്നു. That black chain is going to be loosed. Black chain, that black chain. കറുത്ത ചങ്ങല അത് അഴിയുവാൻ പോകുന്നു. Be delivered in Jesus' name. യേശുവിന്റെ നാമത്തിൽ വിടുവിക്കപ്പെടുക. Allow the Spirit of God to work. ആ പരിശുദ്ധാത്മാവിനെ പരിവർത്തിക്കുവാൻ നീ അനുവദിക്കുക. As you speak, God will give you new tongues. നീ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം നിനക്ക് പുതു ഭാഷകൾ നൽകുവാൻ പോകുന്നു. That means a new anointing is coming down. അതായത് ഒരു പുതിയ അഭിഷേകം ഇറങ്ങി വരുന്നു. That means that all the chain is going to break. അതായത് എല്ലാ ചങ്ങലകളും തകർക്കപ്പെടുവാൻ പോകുന്നു. പാപത്തിന്റെ എല്ലാ അന്ധകാരവും, പാപത്തിന്റെ എല്ലാ അന്ധകാരവും എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങി പോകട്ടെ, എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങി പോകട്ടെ. അന്ധകാരം മാറുന്നു, വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ പാപത്തിന്റെ എല്ലാ അന്ധകാരവും, പാപത്തിന്റെ എല്ലാ അന്ധകാരവും എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങി പോകട്ടെ, എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങി പോകട്ടെ. പാപത്തിന്റെ എല്ലാ അന്ധകാരവും, പാപത്തിന്റെ എല്ലാ അന്ധകാരവും എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങി പോകട്ടെ, എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങി പോകട്ടെ. പാപത്തിന്റെ എല്ലാ അന്ധകാരവും, പാപത്തിന്റെ എല്ലാ അന്ധകാരവും എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങി പോകട്ടെ, എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങി പോകട്ടെ. പാപത്തിന്റെ എല്ലാ അന്ധകാരവും, പാപത്തിന്റെ എല്ലാ അന്ധകാരവും എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങി പോകട്ടെ, എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങി പോകട്ടെ. പാപത്തിന്റെ എല്ലാ അന്ധകാരവും, പാപത്തിന്റെ എല്ലാ അന്ധകാരവും എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങി പോകട്ടെ, എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങി പോകട്ടെ. പാപത്തിന്റെ എല്ലാ അന്ധകാരവും, പാപത്തിന്റെ എല്ലാ അന്ധകാരവും എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങി പോകട്ടെ, എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങി പോകട്ടെ. പാപത്തിന്റെ എല്ലാ അന്ധകാരവും, പാപത്തിന്റെ എല്ലാ അന്ധകാരവും എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങി പോകട്ടെ, എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങി പോകട്ടെ, എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങി പോകട്ടെ, എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങി പോകട്ടെ. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനം വളരെ ശക്തമായി നമ്മളോട് ഇടപെട്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം നമ്മെ സന്ദർശിച്ചിരിക്കുകയാണ്. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവുമുള്ളത് അത് ആരാഞ്ഞറിയുന്നവനാർ. ഉള്ള വിധത്തിൽ ഹൃദയത്തെ കർത്താവ് കാണുന്നു. നാം ആരാണെന്ന് വ്യക്തമായി കർത്താവ് അറിയുന്നു. നമ്മുടെ അന്തർഭാഗത്തെ ശോധന ചെയ്യുന്ന കർത്താവ് നമ്മുടെ നടുവിൽ കടന്നു വന്നു. വാസ്തവമായി നമ്മുടെ ഹൃദയത്തിലെ എല്ലാ അഴുക്കും കഴുകി കളയുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കാൽവറി ചൊരിഞ്ഞ രക്തത്താൽ നമ്മുടെ ഹൃദയത്തെ വിശുദ്ധമാക്കുവാൻ ആഗ്രഹിക്കുന്നു. തെറ്റായ ഹൃദയം, അതേ ദുഷ്ടഹൃദയം, ദൈവത്തെ അനുസരിക്കാത്ത ഹൃദയം, താഴ്മയില്ലാത്ത ഹൃദയമെല്ലാം നീക്കി നിർമ്മലവും സ്ഥിരവുമായ ഒരു ഹൃദയം നമ്മിൽ പുതുക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. അതേ, നമുക്ക് വാസ്തവമായി ദൈവത്തെ സ്നേഹിക്കാം. നമുക്ക് യഥാർത്ഥമായി കർത്താവിനോട് ചേർന്നിരിക്കാം. ഓ, നമ്മുടെ ഭക്തി യഥാർത്ഥ ഭക്തിയായിരിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥന ദൈവം അംഗീകരിക്കട്ടെ. നമ്മുടെ ജീവിതം ദൈവം മുമ്പാകെ വിശുദ്ധമായിരിക്കട്ടെ. ഓ, വാക്കും പ്രവൃത്തിയും നന്നായിരിക്കട്ടെ. ദൈവത്തോട് അടുക്കാം. നിർമ്മലമായ ഒരു ഹൃദയം നമ്മിൽ സൃഷ്ടിച്ച് പുതിയൊരാത്മാവിനെ, സ്ഥിരമായ ഒരു ആത്മാവിനെ നമ്മിൽ പുതുക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. സമർപ്പിച്ചു കൊടുക്കുക. കർത്താവ് ഇന്ന് രാത്രിയിൽ ഒരു
വലിയ അത്ഭുതം പ്രവർത്തിക്കുവാൻ പോവുകയാണ്. ആ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ മധ്യേ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ശക്തിയോടെ വന്നിരിക്കുകയാണ്. അനേകരെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേകരുടെ തെറ്റായ അനുഭവങ്ങളെ മാറ്റി വിശുദ്ധമായ അനുഭവത്തെ നൽകിക്കൊണ്ടിരിക്കുന്നു. യഥാർത്ഥ ക്രിസ്ത്യാനിയായി ജീവിപ്പാൻ കർത്താവ് ഇന്ന് രാത്രിയിൽ അനേകരെ ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളവളോട് വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉണർത്തപ്പെട്ടുകൊള്ളുക, വിശുദ്ധീകരിക്കപ്പെടുക, ദൈവത്തോട് അടുക്കുക, ആത്മാവിൽ സന്തോഷിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതെ, എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. ആത്മാവിൽ സന്തോഷിച്ച നിർമ്മലമായ ഒരു ഹൃദയത്തോട് സ്ഥിരമായ ഒരു ആത്മാവോടുകൂടെ നമുക്ക് മടങ്ങിപ്പോകാം. തോൽവിയെല്ലാം പോകട്ടെ, ജയം പ്രാപിക്കട്ടെ. കർത്താവിന് വേണ്ടി നമുക്ക് ജീവൻ വെച്ചു കൊടുക്കാം. സമയമെടുത്തിരിക്കുകയാണ്. കർത്താവ് വരാറായി. വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വരാറായി. നിർമ്മലരായി ജീവിക്കുന്നവരെ, വിശുദ്ധമായി ജീവിക്കുന്നവരെ, ഹൃദയ പരമാർത്ഥികളെ കർത്താവ് അറിയുന്നു. അവരെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ അന്യമായ കാര്യങ്ങളെയും ദൂരീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏൽപ്പിച്ചു കൊടുക്കുന്ന എത്ര പേരുണ്ട്? അതേ, എത്രയോ നാളുകളായി ദൈവശക്തിയുടെ വ്യാപാരമില്ലാത്ത എത്രയോ പ്രിയപ്പെട്ടവരുണ്ട്. ഇന്ന് രാത്രിയിൽ കർത്താവിനോട് അടുത്തുകൊള്ളുക. ദൈവശക്തി നിന്റെ ഉച്ച മുതൽ ഉള്ളങ്ങാൽ വരെ വ്യാപരിക്കട്ടെ. നീ ആത്മാവിൽ ശരിയായി ഒന്ന് സന്തോഷിച്ചു പോകുവാനിടയാകട്ടെ. ഇന്ന് രാത്രി വിടുതലിന്റെ രാത്രിയാണ്. എന്റെ കെട്ടുകളെല്ലാം പൊട്ടുവാൻ പോവുകയാണ്. കയറുകളെ എറിഞ്ഞു കളകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമർപ്പിക്കുക. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ എല്ലാവരും പാടണം. സന്തോഷം കൊണ്ടാനന്ദിപ്പാൻ നിറയ്ക്കണമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിറയ്ക്കണമേ. ആത്മസന്തോഷം എല്ലാവരും സന്തോഷം. പ്രിയ ദൈവജനമേ, നമ്മുടെ ഉള്ളിലെ ഹൃദയം എപ്പോഴും അത് മറിഞ്ഞു പോകുവാൻ തക്ക നിലയിലിരിക്കുകയാണ്. അതേ ഹൃദയം തെറ്റിലേക്ക്, ഹൃദയം പാപത്തിലേക്ക്, ഹൃദയം അശുദ്ധിയിലേക്ക്, ഹൃദയം ലോകത്തിലേക്ക് ഏതു സമയവും മറിഞ്ഞു പോകാം. അനേകരുടെ ഹൃദയം അങ്ങനെ മറിഞ്ഞു പോയി. എന്നാൽ കൃപയാൽ ഈ ഹൃദയത്തെ ഉറപ്പിക്കാൻ കഴിയും. ഹല്ലേലൂയ. ആര് ദൈവത്തിന്റെ കൃപ പ്രാപിക്കുന്നു, കൃപയ്ക്കായി കാത്തിരിക്കുന്നു, ആ കൃപയാൽ ഹൃദയത്തെ ഉറപ്പിക്കുവാൻ കഴിയും. ആര് കൃപ പ്രാപിക്കുന്നുവോ അവരുടെ ഹൃദയം മറിഞ്ഞു പോകുകയില്ല. അത് നമ്മുടെ ഉള്ളിലെ ഹൃദയത്തെ ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് ബന്ധിക്കാൻ കഴിയും.
ആമേൻ. അതേ, ഈ ഹൃദയത്തെ പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്താൽ, ആ ശക്തിയാൽ കർത്താവിനോട് ബന്ധിച്ചാൽ ഒരിക്കലും ഈ ഹൃദയം മറിഞ്ഞു പോകുകയില്ല. ആ ഹൃദയം സ്ഥിരമായിരിക്കുന്നതിനിടയാകും. നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ കഴിയും. ഇന്ന് രാത്രിയിലും ആ ദൈവസ്നേഹത്താൽ അനേകരുടെ ഹൃദയം കർത്താവിനോട് ബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്നേഹത്താൽ, അതേ, നമ്മുടെ ഹൃദയത്തെ കർത്താവിനോട് നമുക്ക് ബന്ധിക്കാം. ആ സ്നേഹത്താൽ നിറഞ്ഞ, ആ കൃപയാൽ നിറഞ്ഞ പരിശുദ്ധാത്മ ശക്തിയാൽ ഹൃദയത്തെ ഉറപ്പിച്ചുകൊള്ളുക. ഹൃദയത്തെ ഉറപ്പിച്ചുകൊള്ളുക. കൃപയിൽ ഹൃദയത്തെ ഉറപ്പിച്ചുകൊള്ളുക. വിശുദ്ധിക്കായി ഹൃദയത്തെ സമർപ്പിക്കുക. പരിശുദ്ധത്തിനായി ഹൃദയത്തെ സമർപ്പിക്കുക. പരമാർത്ഥതയ്ക്കായി ഹൃദയത്തെ സമർപ്പിക്കുക. കർത്താവിനായി കാത്തിരിക്കുവാൻ നമ്മുടെ ഹൃദയത്തിലെ ഏകാഗ്രതയോട് അവനെ കാത്തിരിപ്പാൻ ഇടയാകട്ടെ. അതെ, ആ ശക്തിയാൽ നമുക്ക് കർത്താവിനോട് ഒന്നുകൂടെ ബന്ധിക്കപ്പെടുവാൻ ഇടയാകട്ടെ. ഇന്ന് രാത്രിയിൽ അതിനുള്ള ഒരു അവസരമാണ്. ഈ യോഗങ്ങളുടെ അവസാന രാത്രി യോഗമാണ്. അത് ആത്മാവിൽ സന്തോഷിച്ച് നാം മടങ്ങിപ്പോകണം. പ്രിയപ്പെട്ടവരെ, വീണ്ടും പറയുകയാണ്, വളരെ അതെ ആത്മഹേമത്തോടെ പറയുകയാണ്, എല്ലാവരും ഒന്ന് ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ട് പോവുക. എത്ര സന്തോഷമാണ്. ഒരുപക്ഷെ നാളെ സമയം കിട്ടുകയില്ല. ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിന് ശക്തി സുവിശേഷ വേലക്കാരും വിശ്വാസികളും ഇവിടെ വന്നവരെല്ലാം പ്രാപിക്കട്ടെ. ദൈവസ്നേഹത്താൽ ഹൃദയം കർത്താവിനോട് അടുക്കട്ടെ. എനിക്ക് യേശു മതിയെന്ന് പറയാം. എനിക്ക് അവന്റെ ഇഷ്ടം മാത്രം മതിയെന്ന് പറയാം. ഞാൻ അവനായി ജീവിക്കുമെന്ന് പറയാം. ആത്മമാരികൊണ്ട് നിറയ്ക്കണമേ, ആത്മമാരികൊണ്ട് നിറയ്ക്കണമേ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മമാരികൊണ്ട് നിറയ്ക്കണമേ, ആത്മമാരികൊണ്ട് നിറയ്ക്കണമേ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മമാരികൊണ്ട് നിറയ്ക്കണമേ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മമാരികൊണ്ട് നിറയ്ക്കണമേ, 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 ആത്മമാരികൊണ്ട്